ശബ്ദങ്ങളിലൂടെ ഓണെയർ പോകുന്ന ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഗസ്റ്റായിട്ട് എത്താൻ പോകുന്നത്. ഈ ഓണെയർ എന്ന് പറയുമ്പോൾ റേഡിയോ ജോക്കിയാണ്. ശരിക്കും ഈ ഓണെയർ ജോലി ഒരു ശകലം കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിലൂടെ ഇപ്പോൾ ഓണെയറിലാണ്. അങ്ങനെ വേണം പറയാൻ. ഇപ്പോഴും ഓണെയറിനെ മറക്കുന്നില്ല, എവിടെയായാലും ഓണെയറാണ്. എന്തായാലും നമ്മൾ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ സ്വന്തമാണ്. കാരണം നമുക്ക് നേരത്തെ അറിയാം, നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല, അല്ലേ? അതെന്താ നമ്മൾ രണ്ടുപേരും മാത്രം. അതെ, ആഷിക്കിനെ തള്ളിക്കളയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആഷിക്കിന് അത്ര പരിചയമില്ല. പക്ഷെ എനിക്കും നിനക്കും നല്ല പരിചയമാണ്. നമ്മളിഞ്ഞ് ഏറിപ്പോവെന്തോ ഈ പോഡ്കാസ്റ്റോടെ പുള്ളിക്കാരി നല്ലതാവും. നമ്മൾ മൂന്നുപേര്. ആഷിക്ക് വെൽക്കം ടു എയർ. അപ്പൊ എന്തായാലും നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ബിൻസി മോൾ. വന്നത് കാറിലാണ്. നമ്മൾ പ്രതീക്ഷിച്ച ചാച്ചന്റെ ഓട്ടോയിലാണ്. ചാച്ചൻ സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ചാച്ചനെ ഇപ്പൊ എയറിലൊക്കെ കൂടെയാണ് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലൊക്കെ ചാച്ചനൊക്കെ അത്യാവശ്യം നല്ല വില കാണും മേ ബി. പിന്നെ അല്ലേ? പിന്നെ ഇപ്പൊ ഓട്ടം കൂടുതൽ കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡായി ചാച്ചൻ എന്ന് പറയുന്നത്. നമ്മള് എവിക്റ്റായി ഇറങ്ങിക്കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, ചാച്ചന് ഭയങ്കര ഫാൻസ് ആയിരുന്നു. അപ്പൊ എല്ലാവരും വന്നിട്ട് ചാച്ചന്റെ ഓട്ടോ അല്ലേ, ചാച്ചനല്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അമ്മച്ചിമാര് വരെ വന്നിട്ട് ചാച്ചാന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ ചാച്ചന് ഭയങ്കര സന്തോഷമാണ്. പിള്ളേർ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ ചാച്ചന്റെ ഓട്ടോ അവിടെ മതി, ഏറിക്കൂടെ പോണ ഓട്ടോ അല്ലേ ചാച്ചൻ പൈലറ്റായി. അതെ, സത്യം. ചാച്ചന്റെ ഓട്ടോയുടെ പേര് വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടോ? പേര് RJ ബിൻസി എന്നാണ്. RJ ബിൻസി പുറകിലാണ് എഴുതിയത്. RJ ബിൻസി ഓട്ടോയുടെ ഐശ്വര്യം. കൈൻഡ് ഓഫ് ആഷിക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഒരു തരം അല്ലേ, ഒരു പ്രൊമോഷൻ ചാച്ചന് കിട്ടിക്കഴിഞ്ഞു. ചാച്ചന് നല്ല ഓട്ടം കിട്ടുന്നുണ്ട്. ചാച്ചൻ ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ഓടിക്കും പോലെയാണ്. ഒരു ഫീലുണ്ട് ശരിക്കും പറഞ്ഞു ഞാൻ. പക്ഷേ ബിൻസി, ഞാൻ ശരിക്കും ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഈ സീസൺ കണ്ടിട്ടില്ല. ഞാനും. എന്തുകൊണ്ട് കണ്ടില്ല? സമയം തിരക്ക് കാരണമായിരിക്കും, എന്റെ തിരക്ക് കാരണമായിരിക്കും. പക്ഷെ ഞാൻ കഴിഞ്ഞ സീസൺ അതിന് മുന്നേ കണ്ടു. നമ്മൾ പക്ഷെ കുറെ സീസൺസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് വാച്ച് ചെയ്തിട്ടുണ്ട്, കുറെ വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ ഇഷ്ടമല്ല ബിഗ് ബോസിൽ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും രണ്ട് ഫേസുകളുണ്ട്, രണ്ട് മുഖങ്ങളുണ്ട്. നല്ല മുഖങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റിലൂടെയും വ്ളോഗിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ വശങ്ങളും നമുക്ക് ഈ വ്ളോഗിലൂടെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് എന്തിനാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? നമ്മുടെ സങ്കടം സൈഡിൽ കൂടെ പോട്ടെ. ഞാൻ എന്തുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ വ്ളോഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ് ആണ്. അതാണ് ഞാൻ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മൊബൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ ഞാൻ ഒരു ദിവസം യൂസ് ചെയ്യും. മൊത്തത്തിൽ ആവറേജ് സ്ക്രീൻ ടൈം എനിക്ക് വരുന്നത് 5 മണിക്കൂർ 41 മിനിറ്റാണ് എൻ്റെ വീക്കിലി സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മൊബൈൽ അത്യാവശ്യമാണ്. ഒരു 3 ദിവസം അപ്പോൾ എൻ്റെ ഗുരു പൊട്ടും. പിന്നെ നമ്മൾ ഈ ക്യാമറ കാര്യങ്ങളൊന്നും നമ്മൾ 3 ദിവസം അഭിനയിക്കായിരിക്കാം, 4ാമത്തെ ദിവസം ഈ ചുറ്റും ഇരിക്കുന്ന ക്യാമറ നമ്മൾ നോക്കാതെ നമ്മൾ പെരുമാറി എല്ലാം മറന്നു. ഉറപ്പല്ലേ? അതെ, തീർച്ചയായിട്ടും. ക്യാമറ ഉള്ള കാര്യം മറന്നു. ക്യാമറ മാത്രമല്ല, എല്ലാം മറന്നു. എന്താണ് ശരിക്കും ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറും മുന്നേ പ്ലാൻ ചെയ്തിട്ട് പോയി എത്ര ദിവസം സമയം ഉണ്ടായിരുന്നു ബിൻസിക്ക്? അയ്യോ, സമയം ഭയങ്കര കുറവായിരുന്നു കേട്ടോ. നമ്മുടെ ബിഗ് ബോസ് ഇന്റർവ്യൂ എപ്പോഴായിരുന്നു നടന്നത്? അയ്യോ, അതിപ്പോ ഡേറ്റ് മറന്നുപോയല്ലോ. ഇല്ല, അങ്ങനൊന്നുമല്ല. ഒരു മെയിലാണ് എനിക്ക് എല്ലാ കൺഫർമേഷൻ വരുന്നത്. അതിന് മുൻപ് ഒരു 2 മാസം മുമ്പായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു, ഓൺലൈൻ ത്രൂ ആയിരുന്നു. അത് പിന്നെ നമ്മള് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് അത്ര കഠിനമായിരുന്നില്ല. ചൊറിഞ്ഞില്ലേ അവര്? ഇല്ല, രണ്ടാമത് ചൊറിഞ്ഞു. എന്നെ നന്നായിട്ട് ചൊറിഞ്ഞായിരുന്നു. എന്നെ ഫസ്റ്റ് തന്നെ ഒരു സൈക്കോളജിസ്റ്റും ഉണ്ടായിരുന്നു. ഇല്ല, എന്റെ കൂടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ സ്വഭാവം വെച്ചിട്ടായിരിക്കും അങ്ങനെ. അതെ, കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അവിടുത്തെ ഇന്റർവ്യൂ. എന്റെ മോൾ ഷൈൻ ടീം ഉണ്ടായിരുന്നു, ഒരു ലേഡി, പിന്നെ ഒരു 3 പേരും ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലേ? അവർ നോക്കും നമ്മുടെ പെരുമാറ്റം എങ്ങനെയാ, സൈക്കോ ആണോ അല്ലയോ നോക്കും, എന്നിട്ടേ എടുക്കത്തുള്ളൂ. എന്നിട്ട് സൈക്കോ ആണെന്ന് മനസ്സിലായപ്പോ കട്ട് ചെയ്തു. അപ്പം ആദ്യത്തെ ഇന്റർവ്യൂ അങ്ങനെ ആയിരുന്നു, വീഡിയോ കോൾ ത്രൂ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ വെച്ചുള്ള ഇന്റർവ്യൂ, എന്റെ അമ്മോ അടിപൊളി ആയിരുന്നു കേട്ടോ. കാരണം വലിയ എന്താ പറയുക, എനിക്കറിയില്ല, വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന പോലത്തെ അവസ്ഥയായിരുന്നു. ഏഷ്യാനെറ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ മോളുടെ ആൾക്കാരുണ്ടായിരുന്നു, എന്നിട്ട് നമ്മുടെ അഞ്ജന മാം, നമ്മുടെ സെർഗോ സാർ, എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒക്കെ റോസ്റ്റിംഗ് ആയിരുന്നു. നേരെ ഒരു വീഡിയോ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഓഡിയോ വീഡിയോ എല്ലാം റെക്കോർഡിംഗ് ആയിരുന്നു. ആ സമയത്ത് അവിടെ പോലും നമ്മൾ ക്യാമറ ഉണ്ടെന്ന് മറന്നുപോയി. മാക്സിമം നമ്മൾ പെർഫോം ചെയ്തു. ഇവരിങ്ങനെ നമ്മളെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു. അങ്ങനെ കുറേ ചോദ്യങ്ങൾ, എനിക്കിപ്പോൾ അത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അമ്മാതിരി ടഫായിരുന്നു, ഭയങ്കര പാടായിരുന്നു.
നല്ലപോലെ അറ്റൻഡ് ചെയ്തു 2 മണിക്കൂറോളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ച കഷ്ടിച്ചുള്ളപ്പോഴാണ് നമ്മളെ വിളിച്ചിട്ട് സെലക്ടഡ് ആണെന്ന് പറയുന്നത്. അതും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് അഞ്ജന വിളിച്ചിട്ട് ബിൻസി ഓക്കെ സെലക്ടഡ് ആണ്, ഇപ്പൊ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അവിടാണ് ഞാൻ പെട്ടത്. ആരോടും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവൻ 100 ദിവസം ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞത് പാതി ഒരു 50 ദിവസത്തേക്കുള്ള കോസ്റ്റ്യൂം വേണം എന്നാണ്. പിന്നെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 3-4 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറയുന്നത് 100 ദിവസത്തേക്കുള്ള ഉടുപ്പ് വേണം എന്ന്. അപ്പൊ ഞാൻ പെട്ടു. അപ്പൊ മനസ്സിൽ വിചാരിച്ചു 100 ദിവസം ഉണ്ടെന്ന് വിചാരിച്ചു. അതെ. ഇരുന്ന് തയ്യലോട് തയ്യലിരിക്കുന്നത് എന്താ തീരുന്നില്ല പണി ഇനിയുണ്ട്. ഞാനിപ്പോ ഓടി നടന്ന് ഷോപ്പ് ചെയ്യാണ്. അപ്പൊ തനിക്ക് നഷ്ടമല്ലേ? കാരണം എന്താന്ന് വെച്ചാൽ ബിൻസി 100 കോസ്റ്റ്യൂം വെച്ചിട്ട് പോയിട്ട് 2 ആഴ്ച ഉള്ള നഷ്ടമാണ്. പക്ഷെ സാരില്ല, നമ്മള് സൈഡിൽ കൂടെ അങ്ങ് ഭയങ്കര അവര് തരൂലല്ലേ പൈസ ഈ കോസ്റ്റ്യൂമിന്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. കൊളാബ് പിടിച്ചില്ലേ? എന്തോ കൊളാബ് പിടിച്ചില്ലേ? എടാ ആരോടും ഇത് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് കൊളാബ് ഒന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. വീക്കെൻഡ് എപ്പിസോഡ് കൊളാബ് ചോദിക്കായിരുന്നു. അപ്പൊ അത് നമ്മളൊരു 1 വീക്ക് ആവുമ്പോ തന്നെ വീട്ടുകാർക്ക് അയച്ചു തരാനുള്ള ഒരു ഓപ്ഷൻ അവര് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ വിക്ടേ വന്നില്ലേ, വീട്ടുകാർ അവിടെ നിന്ന് അഡ്രസ്സും വെച്ച് അയക്കാൻ കാത്തിരിക്കും. 100 ദിവസത്തെ കോസ്റ്റ്യൂം വീട്ടിൽ ഇരിക്കുന്നു. 100 ദിവസത്തെ കോസ്റ്റ്യൂം എല്ലാം പെട്ടി പൊട്ടിച്ചിട്ടില്ല. റീ എൻട്രിക്ക് പോയപ്പോ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങൾ, എന്നിട്ട് വീണ്ടും നമ്മൾ ബാക്കി പെട്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആശയ്ക്ക് എന്താ ചോദിക്കാന്ന്? അല്ല, ഞാൻ ചോദിച്ചത് വീക്കെൻഡിലെ കോസ്റ്റ്യൂം ആണെങ്കിലും നമുക്ക് അവര് സ്പോൺസർ ചെയ്യുന്നതല്ലേ ബിഗ് ബോസ്? ഒന്നും തരത്തില്ല. നമ്മള് ഫസ്റ്റ് എൻട്രിക്ക് ചെല്ലുമ്പോൾ ഉള്ള കോസ്റ്റ്യൂം അവര് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഫിനാലയുടെ കോസ്റ്റ്യൂം അവിടെ നിൽക്കുവാണെങ്കിൽ മാത്രം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അണ്ടർവെയർ സഹിതം തരും. അതെ. അല്ല അവനെ പറഞ്ഞു അവൻ പോവാണെങ്കിൽ നിന്നെ ഇങ്ങനെ പോകാൻ താല്പര്യമുണ്ടോ? ഇല്ലടാ, ഇല്ല. എന്തുകൊണ്ട് താല്പര്യമില്ല? ഒരു എയറിഫിക്കേഷന്റെ ഒരു ഇത്. എന്നെ ഇരുത്തി ഇതൊക്കെ പറയണോ? അല്ല, എയറിഫിക്കേഷൻ എന്ന് പറഞ്ഞ അതെ. ഞാനിപ്പോ പുറത്തുനിന്ന് ഇപ്പൊ ഒന്നും ബിൻസിക്ക് പ്ലാൻ ചെയ്യാൻ സമയമില്ല എന്ന് പറയും. ഞാനൊരു 10 ദിവസം കിട്ടുന്നു, ഞാൻ പലതും പ്ലാൻ ചെയ്യും. ഇങ്ങനെ കളിക്കണം, അല്ലെങ്കിൽ അവിടെ പോയി ദേഷ്യപ്പെടണം, ഇന്ന ആളിനെ ടാർഗറ്റ് ചെയ്യണം. ടാർഗറ്റ് ഇന്ന ആളെന്നും നമുക്ക് അറിയില്ലല്ലോ, അവിടെ എത്തുമ്പോഴായിരിക്കാം മേ ബി ആളിനെ അറിയുന്നത്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പോയാലും ഒരു 10 പേര് ചിലപ്പോ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 3 പേര് മാറിയെന്ന് സംസാരിക്കുമായിരിക്കും. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് പോലും നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ അടുക്കളയിലായിരിക്കാം, ഇവര് തിരിച്ചു വന്നിട്ട് നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കും. ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ വട്ട് സ്റ്റേജ് ആവും. നമുക്ക് എങ്ങനെ കളിക്കണമെന്ന് അല്ലെ? അങ്ങനെയൊക്കെ. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ അവസ്ഥയാണ് മാഹിമച്ചാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ എനിക്ക് വിലയിരുത്തിയൊരു സാധനമാണ്. അപ്പൊ നമ്മൾ കിളി പാറും ആശിക്കേ. നമ്മൾ ആരെ സൈഡ് ഇപ്പൊ എങ്ങനെയാണ് ഈ കളി പോകുന്നത്, ആ സാധനമൊന്നും കിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ കളിക്കാൻ പറ്റും? അതാണ് മെയിൻ ഒരു സാധനം. അത് എങ്ങനെയെങ്കിലൊക്കെ കളിച്ചു പോവാ. സുപ്രഭാതം ബിഗ് ബോസ്, അല്ല, എല്ലാ ആഴ്ചയും ലാലേട്ടൻ വന്നെന്ന് പറയും ഇതൊരു മൈൻഡ് ഗെയിം ആണ്. വല്ലതും മനസ്സിലാവോ അതില് മൈൻഡ് ഗെയിമില്? അത് ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ല. ലാലേട്ടൻ അങ്ങനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 ആഴ്ച എന്ന് പറയുമ്പോ ബിൻസി ആ 2 ആഴ്ച ഹൗസിൽ നിന്നപ്പം ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി 2 ആഴ്ച ആണോ ശരിക്കും? അയ്യോ അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമായിരുന്നു. 70 ഞാൻ പ്രതീക്ഷിച്ചു. ആണല്ലേ? എനിക്ക് 100 ദിവസം തികയ്ക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരിച്ചു വരുമ്പോൾ ഞാൻ ലോസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഒരു 50 ദിവസം ഞാൻ മനസ്സിൽ കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ച? PR ആണോ? തീർച്ചയായിട്ടും PR-ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ PR ആണല്ലോ എല്ലാവരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. PR ഇല്ലാത്ത ആൾക്കാര്, എനിക്ക് മുൻഷി ചേട്ടന്, സരിക ചേച്ചിക്കൊന്നും PR ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും PR ഉണ്ടായിരുന്നു അവിടെ. മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ പോവാണ്, ഞാൻ PR ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ആഷിക്കിനെയും ഷിഫിനെയും ഏൽപ്പിക്കുന്നത് അത് PR വർക്കാവൂ? അങ്ങനെ പക്ഷേ ഇവരെ ഏൽപ്പിക്കുന്നത് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന എന്റെ അനിയത്തി എന്റെ ഫ്രണ്ടാണ്. പക്ഷെ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് PR പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഇവന്മാരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി PR എന്തോന്നാണ്? എടാ, നമ്മുടെ വീഡിയോസും നമ്മുടെ അവിടെ ലൈവ് 24 hours ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇപ്പൊ PR-ന് ഇപ്പോഴാണ് അറിയുന്നത് 1 വീക്കിന് 7 lakh ആണ്. അങ്ങനെ പറയുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പൊ ഞാൻ PR-നെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പോകാണ്ടിരുന്നത് എന്റെ ഫ്രണ്ട്സ് പോലും എന്റെ അടുത്ത് പറഞ്ഞു, ബിൻസി നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബിൻസി ഒരു 5 ലക്ഷം രൂപ എങ്ങനെ പോയാലും നമുക്ക് ഇറക്കേണ്ടി വരുമായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച്. കാരണം ഇവർ പറയുന്നത് 24 hours ലൈവ് കാണണം, നിനക്ക് അവിടെ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും അതിന് ഞങ്ങൾ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യണം. ഇത് കണ്ടോണ്ടിരുന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ വിഷ്വൽസ് ഒന്നും ഇവിടെ നിന്ന് കിട്ടത്തില്ല. എപ്പിസോഡിൽ നിങ്ങൾ ആപ്പാടെ കാണുന്ന 1 മണിക്കൂർ എന്തോലേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ആളുടെ കോണ്ടന്റ് മാത്രമേ വരത്തുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആരാണോ നെഗറ്റീവ് വരുന്നത് അവരെ തളർത്താനായിട്ട് നമ്മൾ പണി നടത്തണം. അതൊക്കെ എന്തായാലും നമ്മുടെ വിനിച്ചേട്ടനെ കൊണ്ട് മാത്രമേ പറ്റൂ. പോകുന്നതിന് മുന്നേ PR-കൾ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യൂന്നൊക്കെ പറയുന്നു. അങ്ങനെ ബിൻസി ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ?
ഇല്ല, എന്നെ അങ്ങനെ ആരും approach ആരും അറിഞ്ഞിട്ടുണ്ടാവൂല. അതെ, ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോണ കാര്യം. ഈവൻ നിന്നോട് പോലും എനിക്ക് പക്ഷെ ഞാൻ കണ്ടുപിടിച്ചത് വേറെ വഴിയിലാണ്. നീ കണ്ടുപിടിച്ചടാ? അത് പറയാം. ഇവന് വേറെ പല വഴികളുണ്ട്. ഇവന് പല വഴികളും ഉണ്ട്, ഇവൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നുണ്ട്. ഭീകരനാ. പക്ഷെ ഞാനിങ്ങനെ അനുമോളിനെ പോഡ്കാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അനുമോളിനെ പോഡ്കാസ്റ്റ് വിളിക്കുന്നത് ഏകദേശം ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ ഒരു മാസം മുന്നേ എന്താണ്, അനുമോൾ മെസ്സേജ് കാണുന്നു, ചേട്ടാ എന്താണെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു മോളെ പോഡ്കാസ്റ്റ് ആണ്, ഇന്റർവ്യൂ ആണിത്. ഓ മച്ചാനെ ഇന്റർവ്യൂ അല്ല പോഡ്കാസ്റ്റ് ആണിത്, ഇന്റർവ്യൂ സ്റ്റൈലേ അല്ല, നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ സംസാരിച്ച് പോവാം എന്നെല്ലാം പറഞ്ഞു. പിന്നെ അനുമോളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അനു എവിടെ സുഖാണോ, ചുമ്മാ ഞാൻ ചോദിച്ചു. അപ്പൊ അനു പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് ഇരിക്കാണ്ട് ചേട്ടാ, ഞാൻ കയറാൻ പോവാണ്, 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ കൊടുക്കും. ഞാൻ പറഞ്ഞേ ബിഗ് ബോസിനാ ചേട്ടാ, സപ്പോർട്ട് ചെയ്യണേ ചേട്ടാ, ഞാൻ പോവാണ്, ഞാൻ കയറാണ്, എല്ലാ ഇത് സപ്പോർട്ടും വേണം കേട്ടോ എന്നാണ്. അപ്പൊ ഞാൻ വേറെ ആരൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്, ഉണ്ടെന്ന് കേൾക്കുന്നു, ഞാനിപ്പോൾ മൊബൈൽ കൊടുക്കും എന്ന് പറഞ്ഞു. അതോടെ തീർന്നു. അപ്പൊ അനുമോളിനെ ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ അനുമോൾ അവിടെ ഇരുന്നുകൊണ്ട് മെസ്സേജ് അയച്ചു. അവിടെ സപ്പോർട്ട് ചെയ്തു വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ തവണത്തെ ബിഗ് ബോസ് അങ്ങനെ, എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എന്തോ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. ഇപ്പൊ തന്നെ ഇന്ന് ഇവിടെ വന്നപ്പോ ബിൻസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്താണ് ഒരു വർഷം ബിൻസി എല്ലാരും വെറുത്തു എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ കണ്ടില്ലേ ബിൻസിക്ക് കിട്ടിയ റെസ്പോൺസ്. അവിടെ നിന്ന് ഒരു അമ്മ ഒക്കെ വന്നിട്ട് ബിൻസി വീഡിയോ കാണാൻ നല്ല രസമാണ്. എനിക്ക് കെട്ടിപ്പിടിച്ച്. ആക്ച്വലി അതൊരു ഗെയിം ഷോ ആണ്. നമ്മളെ മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ മലയാളി ഓഡിയൻസ് അത് കണ്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്. അതൊരു ഗെയിം ഷോ ആയിട്ട് ആരും കാണില്ല. ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല സ്ട്രാറ്റജീസ് ഇറക്കും. ഇവർ വിചാരിക്കുന്ന എന്താണ്, ഇതൊക്കെയാണ് റിയൽ ലൈഫ്. അല്ല, ഇവര് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഗെയിം കഴിഞ്ഞിട്ടും ആൾക്കാർ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ രസം. അതവിടെ തീർത്തിട്ടാണ് കണ്ടസ്റ്റൻസും അതുപോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലര് മാത്രം. അല്ല, ഞാനിപ്പോ അപ്രതീക്ഷിതമായിട്ട് ഒരു ഞെട്ടലൊക്കെ തോന്നിയത്, സാബുമാനൊക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ സാബുമോനൊക്കെ ലാസ്റ്റ് വരെയൊക്കെ പിടിച്ചു നിൽക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ട് ശരിക്കും. നമ്മളിങ്ങനെ സാബുമോനൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, സാബുമോൻ ഒരു നെഗറ്റീവ് ഇല്ല. അവന്റെ ഒരു ചിരി, അവന്റെ വേറെ പെർഫോമൻസ്, അവൻ ഡാൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതാണ്, അവന് കൂടുതൽ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവനെ ഒരു കുറ്റം പറയാനായിട്ട് നമുക്കുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ അങ്ങനത്തെ ഒരു പയ്യൻ കുറ്റം പറയാൻ വന്നു കഴിഞ്ഞാൽ തോന്നുന്നില്ലല്ലോ അവൻ കിട്ടിയത്. പക്ഷെ അവൻ ലാസ്റ്റ് വരെ പിടിച്ചിരിക്കുക. അതൊരു PR ആയിരിക്കും ചിലപ്പോ, മേ ബി. എനിക്കറിയില്ല സാബുമാൻ എന്താ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ അതാണ് അല്ലേ. പക്ഷെ എനിക്ക് തോന്നണതേ 2 ആഴ്ചയൊക്കെ രക്ഷപ്പെട്ടത് ആൾക്കാർക്ക് നെവിന്റെ അടുത്തുള്ള കലിപ്പ് കാരണമാണ്. മറ്റേ വെള്ളമൊക്കെ ഒഴിച്ചതില് നെവിൻ എവിക്റ്റ് ആയി പോകാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഓട്ടോ ഇട്ട് കൊടുത്ത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ആരുടെ മാറി നിൽക്കാൻ പറഞ്ഞല്ലോ, അതൊരു നല്ല നെവിന്റെ അടുത്ത് തന്നെ. അല്ലെങ്കിൽ ഫിസിക്കൽ വല്ലതും ചവിട്ടി വെളിയിലാക്കി അങ്ങോട്ടും എക്സാക്ട്ലി ആ സാധനം. ശരിക്കും അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണിക്കേണ്ട മെയിൻ ഒരു സംഭവം ദേഷ്യം വെച്ചിട്ടാണോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ? എങ്ങനെയാണ് ചൊറി? എന്റെ മച്ചാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം കരഞ്ഞ് 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 മെഴുകി അവിടെ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് ഒക്കെ പിടിച്ച് അവിടെ നിൽക്കാൻ പറ്റും. നെവിനൊക്കെ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തടാ. ശരിയാണ്, ഒരു മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ 2 ആഴ്ച. അപ്പം അങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. ഇപ്പം ഞങ്ങൾ റീഎൻട്രി കയറിയപ്പോൾ നെവിൻ പറയായിരുന്നു, നീ അന്ന് യെസ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇവിടെ നിൽക്കായിരുന്നു. സോ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പല രീതിയിൽ ആ വീട്ടിൽ നിൽക്കാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആൾക്കാർ. നമുക്ക് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, റിയൽ ആയിട്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും ആദ്യത്തെ നമുക്ക് എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഞങ്ങൾക്കൊക്കെ പറ്റിയത് അതാണ്. ഞങ്ങൾ അനീഷിനെ വളർത്തി. ഞങ്ങള് ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, അനീഷ് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്തെ അനീഷ് ഗെയിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി വരുമ്പോ തന്നെ അനീഷ് അനുവിന്റെ അടുത്ത് ചൊറിയുന്നു. അത് കഴിഞ്ഞ് മറ്റു വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. ആരാണ് അടുത്ത് വരുന്നെന്ന് അറിയത്തില്ലല്ലോ, അതിന്റെ എക്സൈറ്റ്മെന്റിൽ. അപ്പൊ പോലും അനീഷ് അവിടെ ചേറിട്ട് ഇങ്ങനെ ഒരു ഇരുത്തങ്ങിരിക്കുകയാണ്. അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ പുള്ളിയാ. പക്ഷെ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എപ്പിസോഡ് ഒന്നും ഞങ്ങളില്ല, അനീഷ് മാത്രമാണല്ലേ. അതെ, എന്റെ അമ്മയൊക്കെ വീട്ടിൽ ചെന്നപ്പോ അമ്മയൊക്കെ തഗ്ഗിന്റെ ആളാണ്. വീട്ടിൽ ചെന്നപ്പോ ചോദിച്ചു, മോളെ എവിടെയായിരുന്നു? ഞാനാണെ കരഞ്ഞ് വിഷമിച്ച് എവിക്റ്റായി വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ബിഗ് ബോസിൽ പോയതല്ലേ അമ്മ, നിന്നെ കണ്ടതേ ഇല്ല 2 ആഴ്ച എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ എഡിറ്റിൽ ഭയങ്കര ഒരു വലിയ കളിയുണ്ടല്ലേ. എഡിറ്ററിനല്ല, ഭയങ്കര ഒരു പവർ ഉണ്ട് ശരിക്കും പറഞ്ഞു. അങ്ങനല്ല, ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എൻറ്റുമോൾ അവരുടെ ഒരു ക്രൂ തീരുമാനിക്കും എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ കണ്ടന്റ്, ഏതൊക്കെ രീതിയിൽ പുറത്തു പോകണം എന്നുള്ളത്. അത് അവരാ തീരുമാനിക്കുന്നത്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പറയത്തില്ല ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. പക്ഷെ അവർക്ക് ചില പ്ലാൻസ് ഉണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. എനിക്കൊരു ഡൗട്ട്, നീ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അകത്ത് ഡ്രസ്സ് വഴി അറിയിക്കാൻ പറ്റൂല. ഈ സീസണിൽ അറിയിക്കാൻ പറ്റൂലായിരിക്കും, കാരണം പണിപ്പുര ടാസ്കിൽ നിന്നൊക്കെയാണ് ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചയും
നമ്മുടെ വീട്ടുകാരല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളായിരിക്കും ഡ്രസ്സ് അയക്കുന്നത്. ഇൻ കേസ് ഇപ്പം നമ്മൾ ഒരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് പോവുകയാണ്, പുറത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് പച്ച കളർ ഡ്രസ്സ് അയക്കണം. ഇപ്പൊ എനിക്ക് അയക്കുന്നത് ആശി കണ്ണനാന്ന് വിചാരിച്ചോ, ഇപ്പൊ നിങ്ങളാണ് എനിക്ക് ഡ്രസ്സ് അയക്കുന്നത്. അങ്ങനെയൊക്കെ പറ്റൂ. കഴിഞ്ഞ സീസൺ വരെ, ഈ സീസണിൽ അങ്ങനെ പണിപ്പുര ടാസ്ക് ചെയ്യുന്നതാണ് ഡ്രസ്സ് കിട്ടിയത്. ഇപ്പൊ നിങ്ങളാണ് എന്റെ ഡ്രസ്സൊക്കെ അയക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് അവിടെ ഡാർക്ക് ഇമേജ് ആണ്, നെഗറ്റീവ് ഇമേജ് ആണ്, പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് അയക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവും പുറത്ത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഗെയിം മാറ്റി കളിച്ചൂടെ? ഇൻ കേസ് എനിക്ക് ഇപ്പൊ ഞാൻ ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്കത് പോസിറ്റീവ് കിട്ടണം. അപ്പൊ നിങ്ങൾ ആ ആഴ്ച എനിക്ക് ഒരു നീല കളർ ഡ്രസ്സ് അയച്ചു, ഞാൻ ഡ്രസ് കോഡ് വെച്ചിട്ട് പോവുകയാണ്, കളർ കോഡ്, അപ്പൊ നീല, അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത് പോസിറ്റീവ് ആണ്. അങ്ങനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം അടുത്ത ആഴ്ചയിൽ ഇവന് നിക്കറില്ലാതെ അയച്ചു കൊടുക്കാൻ, നിക്കറി നിൽക്കുകയാണ് അവിടെ ശരിക്കും. അപ്പൊ നോക്കുമ്പോ നിക്കറില്ല, മനസ്സിലായി, ഞാൻ നിക്കറിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അകത്ത് ചെല്ലുമ്പം എല്ലാം മറന്നു പോകും നമ്മള്. ഇപ്പൊ നമ്മള് പുറത്ത് സെറ്റ് ചെയ്ത് വെച്ച ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ കോഡ് അതൊക്കെ നമ്മൾ മറന്നു പോകും. അതാണ് സത്യം. എനിക്ക് അറിയത്തില്ല പ്രീവിയസ് സീസണിൽ എങ്ങനെയാണെന്ന്. പക്ഷെ ഞങ്ങൾ കയറിയപ്പം ഞാനും അഭിയൊക്കെ കൂടെ പറയുന്നുണ്ട്, വീട്ടുകാരുടെ പോലും മുഖം ഓർമ്മയില്ല ഞങ്ങൾക്ക് ആർക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ വീട്ടിൽ. ഈ ടാസ്കുകളൊക്കെ വരുമ്പോ ഇതുവരെ എന്താ മൊത്തത്തിൽ കട്ടൻ ഇട്ടിട്ട് വെളിയിൽ ഈ പണി ഉണ്ടാക്കി, അതെങ്ങനെയാണ് ശരിക്കും? അതൊക്കെ എന്തൊക്കെ അറിയണം. അല്ല, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ബിഗ് ബോസ് കാണുമ്പോൾ. ഭയങ്കര ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ വെളിയിൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവരെയൊക്കെ കാണാൻ പറ്റും, ഇവര് ഈ ഫുൾ ഡെക്കോർ ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട്. മച്ചാന്റെ ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ട് ഇല്ല, കാണാൻ പറ്റില്ല. അവരെല്ലാരും ബ്ലാക്ക് കളറിലെ ഡ്രസ്സും മാസ്കും ഒക്കെ വെച്ചിട്ട് ഭീകരന്മാരെ പോലെ ആയിരിക്കും അകത്തേക്ക് കയറി വരുന്നത്. പക്ഷെ ഇവര് ഈ ഡെക്കോർ ചെയ്യുന്ന ടൈം നമുക്ക് ഫ്രീ ടൈം ആണോ? അല്ല, ഞങ്ങൾ ആ സമയത്ത് ബ്ലൈൻഡ്സ് ഇടുന്നതിനായി പുറത്തേക്ക് ഇരിക്കുക എന്ന് പറയും. അപ്പൊ ഞങ്ങൾ പുറത്തിരിക്കും. ഇനി അകത്താണ് പരിപാടി നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ അങ്ങോട്ട്. അപ്പൊ ആ സമയത്ത് ക്യാമറ വർക്ക് ആവൂല? അയ്യോ, വർക്കാവും, ക്യാമറ വർക്കാവും. ഇപ്പം ഞങ്ങളുടെ അകത്താണ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവർ പുറത്തിരുത്തും. ആ സമയത്ത് ഫുള്ളും ഞങ്ങൾ പുറത്തിടുന്ന അടി ഇടി തമാശ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ക്യാമറ ഫുൾ ഞങ്ങളെ തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അകത്തെ ക്യാമറയിലെ വിഷ്വൽസ് നിങ്ങൾ കാണത്തില്ല. അവർ ആ സമയത്ത് സെറ്റ് ചെയ്യും. കുറച്ചു നേരം എടുക്കും, എത്ര നേരം എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ചു നേരം എടുത്തിട്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറും. അങ്ങനെയാണ്. ഒരാളെ പോലും ഇപ്പൊ നമ്മള് മെഡിക്കൽ എമർജൻസി വന്നിട്ട് നമ്മള് കൺഫെഷൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് പോലും നമുക്ക് മറ്റേ പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, മറ്റേ മരുഭൂമിയിലെ മഴ പോലെ. അപ്പൊ ഞാൻ ഹായ് ബ്രോ, ഡോക്ടർ ഹായ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ മിണ്ടത്തില്ല, ഇങ്ങനെ ഇരിക്കും. നമ്മുടെ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ മെഡിസിൻ തരും, എന്നിട്ട് പോകുന്ന അല്ലാണ്ട് ഒരു വാക്ക് പോലും പറയത്തില്ല. ചത്തുവെന്ന് പോലും പറയില്ല. അതെ, മരിക്കാൻ ഒരു BP ഡൗൺ ആണ്. നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവര് തിരിച്ച് പറയാറുണ്ടോ ഇങ്ങനെ തമിഴില് പേസുവാടാ? എനിക്ക് തമിഴ് പിന്നെ അറിയാത്ത കാരണം അവരിങ്ങനെ തമിഴിൽ എന്തൊക്കെയോ പേസിയിട്ട് പോവും. ഞാൻ ഇങ്ങനെയും കേട്ടിട്ടുണ്ട്. പഴയ ബിഗ് ബോസ്, നമുക്ക് കുറെ ബിഗ് ബോസ് ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എവിടെയൊന്നോ കേട്ടൊരു സംഭവമാണ്. അതായത് ഒരു ദിവസം ഇവർക്ക് അവധി കിട്ടുമെന്ന്. സ്കൂള് നമുക്കൊരു ഞായറാഴ്ച അവധി കിട്ടും പോലെ ഒരു ദിവസം എന്താ അവധി കിട്ടും. ആ ടൈം ഭയങ്കര ഫ്രീ ടൈം ആയിട്ടൊക്കെ ഇരിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ക്യാമറ വർക്ക് ചെയ്യൂലെന്നൊക്കെ, പിക്നിക്കൊക്കെ പോവാന്നൊക്കെ പറയാൻ പോലെ. അവിടെ നിന്ന് വെളിയിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? ഒരു ദിവസം അവധി ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ മിണ്ടൂല, അതെന്താന്നറിയാമോ, ഇവർക്ക് കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ ആ കോൺട്രാക്ട് വിട്ട് ഇവർക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര പുതിയ ഇൻഫോ ആണല്ലോ ആ സംഭവം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഞ്ജനയുടെ ഇന്റർവ്യൂ. അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏഷ്യനെറ്റ് അതും എടുത്ത് വിൽക്കും. അതെങ്ങനെ അറിയാമോ, ഭയങ്കര രസമാണത്. അതായത് ഇവർക്ക് വേറെ ആർക്കും എക്സ്ക്ലൂസീവ്, പണ്ടതില്ലായിരുന്നു. ഇല്ല, ഞങ്ങളുടെ ഈ വർഷത്തെ കോൺട്രാക്റ്റിൽ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാണ് ഫസ്റ്റ് ഇന്റർവ്യൂ അത് ഏഷ്യാനെറ്റ് തന്നെ കൊടുക്കണം എന്നുള്ളത്. ഇറങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ഞങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വീക്കെൻഡ് എപ്പിസോഡിന് ഷൂട്ട് നടക്കുന്നത് ശനിയാഴ്ചയാണ്. രണ്ടും ശനിയാഴ്ച തന്നെ നടക്കുന്നത്. അതറിയാം, ശനിയാഴ്ചയാണ് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അറിയാമായിരുന്നോടാ? ദിവസം നമ്മൾ ഈ റെഡിറ്റിലൊക്കെ നേരത്തെ അറിയും കുറച്ച് റിസൾട്ട് ഒക്കെ അറിയാം. ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ല. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ഇപ്പം സാറ്റർഡേ ആണ് ഞാൻ എവിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. ആ 2 ദിവസം നമ്മൾ ആദ്യം കാരവനെ കൊണ്ട് ഇരുത്തും. ആ ഇരിപ്പ് അവിടെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ അഞ്ജന മാം വരും, ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങോട്ട് എന്റെ പൊന്നോ, എനിക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഒന്നാമത് നമ്മള് ഷോകാണ്, സെഡായിട്ട് ഇരിക്കുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ആ ടൈമില് അവരുടെ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ്. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. കലിപ്പായിട്ടുണ്ടോ മാമിനോട് ഇങ്ങനെ? ഐ മീൻ അത് കട്ട് ചെയ്ത് മാറ്റാറോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ? എനിക്കിതിനെ കുറിച്ച് അപ്പൊ നമ്മള് പറഞ്ഞല്ലോ ബ്രോ. അപ്പം മുൻഷി ചേട്ടന്റെ ഇന്റർവ്യൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരിയാണ്, കണ്ടില്ല. ലൂക്കാസ് നീ കണ്ടോ?
ആരും കണ്ടില്ല. എനിക്കറിയില്ല, മുൻഷി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. ചേട്ടാ എന്നോടൊന്നും തോന്നല്ലേ. അപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് എവിക്റ്റ് ആവുന്ന മുൻഷി ചേട്ടനാണല്ലോ. അത് കഴിഞ്ഞ് ചേട്ടന്റെ ഇന്റർവ്യൂ എന്താണ് നമുക്കൊന്നും അറിയില്ല. പുറത്തിറങ്ങി രണ്ടാമത് എവിക്റ്റ് ആവുന്ന ആള് ഞാനാണ്. സോ ഞങ്ങൾ തമ്മിൽ ആ ഒരു എവിക്ഷൻ ബന്ധമാണേ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ എവിക്റ്റ് ആയത്, ചേട്ടൻ പറഞ്ഞു പോട്ടെ മോളെ സാരമില്ല. ആ ഒരു മോട്ടിവേഷൻ ഒക്കെ ആയിരുന്നു. പുള്ളി പോലും വിചാരിക്കുന്നില്ല ഭയങ്കര ഭയങ്കര ഞെട്ടലായിരുന്നു. നന്നായിട്ട് കളിച്ചു തുടങ്ങിയതല്ലേ ഒരാളായിരുന്നു. അങ്ങനെ മുൻഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബിൻസി എന്റെ ഇന്റർവ്യൂ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മുൻഷേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടാ എന്റെ ഇന്റർവ്യൂ എന്തായാലും ഞാൻ എയറിൽ കയറിയിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും ഓക്കെ അല്ലാതിരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പറയണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒട്ടും ഓക്കെ അല്ല. എവിക്ഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കിളി പോയിട്ട് ഇരിക്കുകയാണ്. ഫുൾ ക്യാരവനിൽ എന്നെ അഞ്ജന മാമും സെർഗോ സാറും കാണാൻ വന്നപ്പം ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഫുൾ കരച്ചിൽ തന്നെയാണ്. അതിന് ആ സമയത്താണ് ഏഷ്യാനെറ്റിന്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പോകാനായിട്ട്. അതൊക്കെ നമ്മൾ കുറച്ച് Q&A സാധനങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞൊരു വിധത്തില്. എന്നിട്ടും കരഞ്ഞ് 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 ഈ സീനായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ടച്ചപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടലിൽ പോകുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു. ആ സമയത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്ന കാര്യങ്ങൾ പോലും പറയാൻ പറ്റിയില്ല. ട്രോളും സാധനങ്ങളും അതിന്റെ കമന്റ്സ് ഒക്കെ വന്നത് അഞ്ജനേനെ ഇന്റർവ്യൂ ചെയ്ത് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് ആയിട്ട് കയറ്റു, അഞ്ജന അടിപൊളി കണ്ടസ്റ്റന്റ് ആണ്, ബിൻസിനെ പറഞ്ഞു വിട്ട് നന്നായി, ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ മുൻചേട്ടൻ പറഞ്ഞ ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചേട്ടൻ പറഞ്ഞു മോളെ ഞാൻ പറയാനുള്ളത് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ തിരിച്ച് വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുൻചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് മാത്രം ഞാൻ പറയുന്നത്. ആള് പറഞ്ഞു ഞാൻ നല്ലപോലെ അത്യാവശ്യം തിരിച്ച് കുറച്ച് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എത്ര നോക്കിയിട്ടും കാണുന്നില്ല. ഏറ്റവും ആദ്യം കിടക്കുന്ന ബിൻസിയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. ഇതിലൊന്നും പോയി തല വെക്കല്ലേ നീ ആവശ്യമില്ലാതെ. നിനക്കിപ്പോ ആഴ്ചയിൽ ഇത്ര രൂപ തരാം, നീ ബിഗ് ബോസിൽ പോണോന്ന് പറഞ്ഞ് നീ പോകും. ശിവൻ പോകും ഉറപ്പല്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട് പോണോന്നൊക്കെ. എടാ നീ ഇതിനു മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ബിഗ് ബോസിൽ ഞാൻ പോണോന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പോകണമെങ്കിൽ ലവ് ട്രാക്ക് ഇറക്കാന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. നീ അങ്ങനെ എത്ര പേരുടെ അല്ലാതെ ലവ് ട്രാക്ക് ഇറക്കുന്നുണ്ട്. ഇവൻ ബിഗ് ബോസ് അല്ലാതെ ലവ് ട്രാക്ക് ഇറക്കുന്നുണ്ട്. അവൻ പോസസീവ് ആവുക എന്റെ കാര്യത്തില്. ഒരു കാര്യം കൂടാ ഇതിന്ന് കിട്ടിയാണ്. കേറുമ്പോഴേ പറയൂ ലാലേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും പറയോ? ഇല്ല അങ്ങനെ ഒന്നും നമുക്ക് എന്തുവാണോ പറയാൻ ലാലേട്ടനാ? അയ്യോ അങ്ങനെ എന്താ ലാലേട്ടന് പറയാൻ പാടില്ല. പക്ഷേ നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്നും പറഞ്ഞു തരത്തില്ല കേട്ടോ. എടാ ഞങ്ങള് ആ വീട്ടിൽ കയറുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. അയ്യോ 3 മണി രാവിലെ? വെളുപ്പിനെ കാണിക്കുന്നത് സമയം രാവിലെ. അത് കറക്റ്റ് ആയിരിക്കില്ല, അത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ആദ്യം കേറുന്നില്ല, അപ്പൊ സമയം ഒന്നും പറയുന്നില്ല. ഏറ്റവും ആദ്യം കയറുന്ന ആ സമയത്താണ്. അപ്പൊ നമ്മള് വന്ന് ഭയങ്കര പ്രതീക്ഷയോട് കൂടി തലേദിവസം ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ്. അതുവരെ ഷൂട്ട് ചെയ്ത് വെക്കും. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അപ്പോഴാണ് ലാലേട്ടനെ കാണുന്ന പോലും. ലാലേട്ടൻ വന്ന് സ്റ്റേജിൽ നമ്മളെ കുറിച്ച് എന്താ പറയുന്നത് നമ്മൾ കേൾക്കത്തൊന്നുമില്ല. നമ്മൾ അപ്പോഴും ക്യാരവനിൽ തന്നെ ആയിരിക്കും. ലാലേട്ടന്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് ലാലേട്ടൻ അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കും. അങ്ങനെയാണ് ചെല്ലുന്നത്. ആ സമയത്തുള്ള ഇന്ററാക്ഷൻ മാത്രമേ ഉള്ളൂ ലാലേട്ടനായിട്ട്. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ലാലേട്ടൻ ഒരു കൈൻഡ് ഓഫ് സംസാരം ഉണ്ടല്ലോ. നമ്മളെ പോലെ ഇങ്ങനെ സംസാരിക്കത്തില്ല, സ്റ്റോപ്പ് ചെയ്യും. അവിടെ ലാലേട്ടൻ ഇടക്ക് കയറും. എനിക്കാണെ സംസാരിക്കണം. സോ ഞാൻ ഭയങ്കര ഫ്ലോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എപ്പിസോഡ് വന്നപ്പോ എല്ലാം കട്ട് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ്. തിരിച്ച് നമ്മൾ എവിക്റ്റായി ഇറങ്ങുന്ന സമയത്തും ആ മാനസികാവസ്ഥയിൽ എല്ലാവരും കുറെ സംസാരിക്കും. പക്ഷെ ആവശ്യമുള്ളത് അവരെടുക്കത്തുള്ളൂ, ബാക്കിയെല്ലാം കെട്ടി. എവിക്ഷൻ ബന്ധമാണെന്ന് പറഞ്ഞായിരുന്നു. ഏത് മുൻഷിയായിട്ട് അത് നല്ലൊരു ബന്ധമായിരുന്നു എവിക്ഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ കയറി വീണ്ടും റീ എൻട്രി ചെയ്തു. ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഒരു ബന്ധമുള്ള എത്ര പേരുണ്ട്? ഇപ്പൊ റീ എൻട്രി ഭയങ്കര കമ്പനിയായിട്ടുള്ള ശരത്തുമായിട്ട് നല്ല കമ്പനിയായിരുന്നു തുടക്കം മുതലേ. അത് കഴിഞ്ഞിട്ട് വേറെ ബിന്നി, സരിക ചേച്ചി, പിന്നെ പേര് പോരിട്ടെടുത്തത്, പിന്നെ നെവിൻ, ജിസേലായിട്ടൊന്നും എനിക്ക് ആദ്യം ഇത്രയും കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല കൂട്ടാണ്. ജിസേൽ, ആര്യനായിട്ട്, അതുപോലെ ജിഷിൻ ചേട്ടൻ. വൈൽഡ് കാർഡ്സ് ആയിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. എനിക്ക് അവരാരെ അറിയത്തുണ്ടായിരുന്നില്ല. ചിലരെ പുറത്ത് വെച്ച് അറിയായിരുന്നു, അതല്ലാണ്ട് എനിക്ക് പേഴ്സണലി ആരെ അറിയത്തുണ്ടായിരുന്നില്ല. ജിഷിൻ ചേട്ടനായിട്ട് ഇപ്പൊ നല്ല കൂട്ടായി. ഒനീലേട്ടൻ ആയിട്ട്, ഒനിലൊന്നും ആദ്യം എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. ഇയാൾ എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒനിലേട്ടനായിട്ട് ഇപ്പൊ നല്ല കമ്പനിയാണ്. അങ്ങനെ അക്ബറിക്കായിട്ട് പിന്നെ കൂട്ടായിരുന്നു അകത്ത് വെച്ച്. അത്യാവശ്യം നല്ല കോണ്ടാക്ട്സ് എല്ലാവരും ആയിട്ടുണ്ട്. ശൈത്യ ഒന്നും കൂടെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഞാൻ 90 അല്ലെങ്കിൽ 100 ദിവസം നിന്നനെ എന്ന് പറയുകയാണെങ്കിൽ എന്ത് കാര്യം അതിൽ കൊണ്ടുവന്നനെ? ഞാനേ ഹൗസിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തു. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും.
ദേഷ്യം വരുന്ന ആളാണ്. പല പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങളും ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും ഈ അനീഷ് ഇവിടെ രാവിലെ തൊട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, സുപ്രഭാതം സുപ്രഭാതം പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഇയാളുടെ വെറുപ്പീരിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സൈലന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്. ജിസേലിന്റെ പല കാര്യങ്ങളും, അതായത് ലിപ്സ്റ്റിക്കിന്റെ കേസൊക്കെ അനുമോള് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കുക അനുവിന് വേറെ പണിയൊന്നും ഇല്ലേ, എന്തിനാ ഇത്? പക്ഷെ അനുവിന്റെ PR ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടോ നമുക്കറിയത്തിണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ പുറത്ത് വലിയ കണ്ടന്റ് ആയിരുന്നെന്ന് നമുക്ക് പിന്നെയാ മനസ്സിലായത്. ജിസേലിന്റെ ഇന്നറും പൊക്കി പിടിച്ചോണ്ട് എല്ലാവരും ഒരാഴ്ച ഫുള്ള് നടന്ന് ലാലേട്ടം വരെ വന്നിട്ട് ചോദിച്ച് അങ്ങനെ ജിസേലിന്റെ ഇന്നർ വരെ വൈറലായി. അപ്പൊ ആ സമയത്ത് പോലും എനിക്കൊക്കെ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് നാണക്കേടായിരുന്നു. എന്തിനാണ് ഇവരത് സംസാരിക്കുന്നത് ആലോചിച്ച് പോയി. പിന്നെ മനസ്സിലായിരുന്നു എല്ലാവരുടെ ഇന്നറും കൊണ്ട് വരണമായിരുന്നു, എല്ലാവരും ലിപ്സ്റ്റിക്കും അതും ഇതും അങ്ങനെ ഒളിച്ചും പാത്തും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പ്രതികരിക്കണമായിരുന്നു എന്ന് പിന്നീട് തോന്നി, നല്ലപോലെ തോന്നി. എടാ നിനക്ക് ഈ കിട്ടിയ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയാ? പിന്നെ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നടാ. ഞാൻ ഒരു 1.5 മാസത്തോളം കരഞ്ഞ് മെഴുകി. മെസ്സേജ് വന്നായിരുന്നു. അറിയാലോ, അയ്യോ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് കേട്ടാ ഷിഫിൻ. പിന്നെ ഇവനിപ്പം പറഞ്ഞു ബിൻസി മുത്താണ്, പൊളിയാണ്, ചക്കരയാണ്, ഉമ്മ. ഇവനെ ഒരു ദിവസം ഞാൻ മാനുവത്തിൽ പോയപ്പോൾ ബട്ടർഫ്ലൈ വരച്ചോണ്ടിരിക്കുന്നു ഇവിടെ കണ്ണില്. ഇവിടെ ബട്ടർഫ്ലൈ സ്റ്റാറ്റസ് ഇട്ടിരുന്നേന്. അപ്പം കുറെ വന്നിട്ട് 6 വരച്ചെന്ന്. അത് ചേട്ടൻ ചേട്ടൻ അവിടെ ചേട്ടന്മാര് വരച്ചെന്ന്. അവസാനം ഇവനെ ചോദിച്ചാ സത്യം പറയണ ചുമ്മാ വീഡിയോ അല്ലേ മിണ്ടല്ലേ എന്താ പറഞ്ഞ ഏതോ പെൺകുട്ടി ഇരുത്ത് വരച്ചു കൊടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, ഒരുപാട് മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ മോട്ടിവേഷൻ ചെയ്തവരൊക്കെ വന്ന് കമന്റ് ചെയ്യോ നമ്മളെ? അതെ, ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എത്ര പെൺകുട്ടികൾക്ക് ഇവ മോട്ടിവേഷൻ കൊടുക്കണം. എല്ലാ പെൺപിള്ളേർക്കും മോട്ടിവേഷൻ കൊടുക്കുന്നില്ല, ബിൻസിയെ പോലെ നല്ല കുട്ടികൾക്ക് മാത്രമേ ഉറപ്പാണ്. അല്ല, അവൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അതെ, നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി പറ, എന്തുണ്ടെങ്കിലും എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. കാരണം ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. അതിനു മുൻപേ എനിക്ക് എവിക്റ്റ് ആവേണ്ടി വന്നു. അത് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ എവിക്റ്റ് ആയി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും റീ എൻട്രിയുടെ സമയത്താണ് അറിയുന്നത് ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ട മറ്റൊരാളായിരുന്നു, പൈസ കൊടുത്തിട്ടാണ് ആള് നിന്നെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മോ വീണ്ടും നമ്മൾ തകർന്നു. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. നമ്മുടെ മച്ചാൻസ് പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാന്ത്രിക കൈ, ബ്രേസ്ലെറ്റ് മാത്രമേ ഇതിൽ കാണുള്ളൂ. പുള്ളിയുടെ മുഖം കണ്ടോ? അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഫുഡ് കൊടുത്ത സത്യങ്ങൾ പറയിപ്പിക്കുന്ന കേട്ടോ. ഇനി കുറച്ചുകൂടെ സത്യങ്ങൾ നല്ല അറിയാണ്ട് പറഞ്ഞു. ഇതിൽ മറ്റേ പൊടി ഇട്ടിട്ടില്ലേ? ഓക്കെ. ഡയറ്റ് ആണെങ്കിൽ സൂപ്പർ ആയത്, ഭയങ്കര. ഇത് കഴിക്കുമ്പോ നമ്മള് കോൺട്രാക്ട് ഒക്കെ മറക്കും. ആണോ? പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി RJ ബിൻസിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ബിൻസി, ഈ RJing എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന, അല്ലെ നമ്മൾ 3 പേരും ചെയ്യുന്ന ഒരേ ഫീൽഡ്. നീ ഓഡ് വൺ ഔട്ട്. അപ്പൊ ഞാൻ 14 വർഷമായി. ബിൻസി എത്ര വർഷമായി? എനിക്കൊരു സത്യം പറയണമെന്ന് പറഞ്ഞ ഇതാണ്. അയ്യോ, ഞാൻ അതിന് വേണ്ടിട്ടല്ല കൊണ്ടെത്തിച്ച. ഞാൻ പറയും. ഞാൻ ജേർണലിസം ആണ് പഠിച്ചത്, ഡിഗ്രി PG ജേർണലിസം ആയിരുന്നു. അപ്പൊ ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഞാൻ RJ ആകണം എന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ആങ്കറിങ് തന്നെയായിരുന്നു എന്റെ പാഷൻ. അപ്പം ഞാൻ ജേർണലിസം ആയത് കാരണം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മീഡിയയിൽ പോയി നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം. അങ്ങനെയാണ്. കേക്കടാ, നീ രഹസ്യം പറയാണ്ട്. അവന്റെ കാത് നക്കുന്ന എന്തിനാണ്? ഓക്കെ, കേട്ടോ, ഞാൻ മച്ചാനെ കുറിച്ച് പറയാനുള്ളതാ. എല്ലാരും ഒന്ന് ശരിക്കും കേട്ടോണേ. എന്നിട്ട് ഞാൻ 2018 ഞാൻ ഡിഗ്രി ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി മാതൃഭൂമിയിൽ വരുന്ന സമയം. ആ സമയം മാതൃഭൂമി ന്യൂസിൽ വരുന്ന സമയം. അപ്പൊ ന്യൂസിൽ വരുന്നു, നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഭയങ്കര പ്രോപ്പറായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാൻറ്റീനിൽ ഫുഡ് അടിക്കാൻ വരുമ്പം ഈ മനുഷ്യൻ അന്ന് ആരൊക്കെയൊക്കെയാണ്, ഓക്കെ, അന്ന് കുറച്ച് ഫെയിം ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ എല്ലാവരും മാഹി മച്ചാൻ. ഞാൻ ആരാണത്, ഏതാണോ മച്ചാൻ എന്നൊരു സാധനമായിരുന്നേ. അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡ് അങ്ങനെ നോക്കുന്നില്ല, എനിക്ക് വലുതായിട്ട് അറിയില്ല. 2023 അല്ലേ? 18 നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റേഡിയോ മാത്രമേ ഉള്ളൂ, ഞാനാണ് കേൾക്കാറും ഇല്ലത്. അപ്പം അല്ല, ഉള്ള പറയണം. പിന്നെ ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. എന്നിട്ട് ഇനി ബാക്കി സത്യങ്ങളുണ്ട്. എന്നിട്ട് അപ്പം മച്ചാനെ കാണുന്നു. അപ്പം നമ്മൾ ഇതുവരെ റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാണ്ട് ഈ FM-ന്റെ അകത്ത് കണ്ടിട്ടില്ല, ഒരു FM സ്റ്റേഷൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക്, അല്ലെങ്കിലും എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊന്ന് FM കാണണമല്ലോ. പറഞ്ഞു അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് നേരെ ഓൺ എയറിലേക്ക് കയറാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓൺ എയറിലേക്ക് കയറുന്നത് മാഹിൻ മച്ചാന്റെ ലൈവാണ്. മാഹിൻ മച്ചാൻ പറഞ്ഞ് ലൈവാണ്, മിണ്ടാണ്ടിരിക്കണം, ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനും എന്റെ കൂടെ വേറൊരു കുട്ടിയുണ്ട്.
അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഫോൺ മാറ്റി വെച്ചിട്ട് അകത്ത് കയറി ഇങ്ങനെ ശ്വാസം പോലും വലിക്കാൻ പറ്റുന്നില്ല, എന്താണ് പുറത്തു പോകണമെന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നു, അത് ഓഫ് ചെയ്യുന്നു, അപ്പൊ തന്നെ ഞാൻ മറ്റേ കോക്പിറ്റിലെ മറ്റേ ഇതുപോലെ പൈലറ്റ് പോലെ സാധനം പൊക്കുന്നു. ഞാൻ ഫ്ലൈറ്റ് ഓടിക്കാണ് അവിടെ, ഞാൻ അന്ന് ഓൺ എയർ ആയിരുന്നു ഇവരല്ല. എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, ഇങ്ങനെ കോളൊക്കെ എടുക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അപ്പൊ നമുക്ക് ഫുൾ ഞങ്ങൾ കിളി പോയി നിൽക്കാം. അതെല്ലാം കഴിഞ്ഞ് പരിപാടി കണ്ടപ്പോ നമ്മള് ജീവനോട് കൂടി ഒരു 6 ജനെ കണ്ട സന്തോഷത്തിൽ പോകുമ്പോ മാഹിമച്ചൻ നിക്കവിടെ എന്താ എന്നെ ഫോളോ ചെയ്യണേ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ. ഞാൻ ചെയ്തില്ലടാ, ഞാൻ ചെയ്തില്ല. ഇൻസ്റ്റാഗ്രാം വളർത്തുന്ന ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അന്ന് നമുക്ക് 10K വേണം, എന്തിനാണെന്നറിയോ, സ്വൈപ്പ് വേണ്ടിട്ട്. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു, ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോ ഓർത്ത് ഇത്രയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തല്ലേ, ഫോളോ ചെയ്തേക്കാന്ന് പറഞ്ഞ് ഫോളോ ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോ അൺഫോളോ ചെയ്ത് കളഞ്ഞു. അയ്യോ, അങ്ങനെ ഉണ്ടായിരുന്നു എന്റെ സാധനം. സീനാണല്ലോ. അതിപ്പോഴും ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിൽ. എത്ര പേര് അൺഫോളോ ചെയ്തിട്ടുണ്ട്. ആ ഒരു അൺഫോളോ ആയില് ഇപ്പൊ 7000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ 12,000 അൺഫോളോ ആണ് പറഞ്ഞത്. എന്നിട്ട് എന്തായാലും പോട്ടെ, അങ്ങനെ നമ്മൾ അന്ന് അൺഫോളോ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ റേഡിയോയിലേക്ക് പോകും അങ്ങനെ ആകും എന്നൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് PG പഠിക്കാൻ പോയി. അപ്പോഴും ആങ്കറിങ് തന്നെ മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ ടോപ്പ് ആങ്കർ റിയാലിറ്റി ഷോയിൽ അതിനെ കുറിച്ച് ഇവനെ കൂടുതൽ പറയാൻ കാണും, പാവപ്പെട്ടവൻ അല്ലേടാ. അതെ, എനിക്കാണ് ഏറ്റവും കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ട്രോമയാണ് ഇപ്പോഴും. ബാക്കി പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് അന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോ ഇവനെടാ എനിക്ക് വന്ന് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, മോളെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എന്നെ കണ്ടായിരുന്നോ. അങ്ങനെയല്ല, നിനക്ക് സെലക്ഷൻ കിട്ടിയോന്ന് ചോദിച്ചിട്ടാ മെസ്സേജ് അയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോട്ടെ. കുറച്ചങ്ങ് ഇത് ചേർക്കുന്നുണ്ടല്ലേ, മസാല ചേർക്കുന്നുണ്ട് ബിൻസി. അല്ല, ഷിഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്നേഹമാണ് അതാണ്. കുഴപ്പമില്ല, കാണുന്നവർക്ക് അത്ര സ്നേഹമായിട്ട് തോന്നുന്നില്ല. കുറച്ച് മസാല ചേർക്കുന്നുണ്ട്, ലിറ്റിൽ ബിറ്റ്. അത് എന്നാലല്ലേ അജിനോമോട്ടോ ചേർച്ചാലേ ഫുഡിന് ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ അജിനോമോട്ടോ ഇല്ല കേട്ടോ. ഓക്കെ കൂടെ. എന്നിട്ട് നമ്മള് ടോപ്പ് ആങ്കർ കഴിയുന്നു. ടോപ്പ് ആങ്കറിന് കയറി നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് നല്ല പൈസ വേണമേ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ വീട്ടുകാർ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴും മനോരമയിൽ എഗ്രിമെന്റ് ഉണ്ട്, വേറെ ചാനലിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കോട്ടയത്ത് ഒരു റേഡിയോ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് അറിഞ്ഞ് സ്വന്തമായിട്ട് തുടങ്ങിയ മനുഷ്യ നിങ്ങള് ഓക്കെ. എന്നിട്ട് റേഡിയോ സ്റ്റാർട്ട് ചെയ്തത് അറിഞ്ഞു അവിടെ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ RJ ആയി. 2023 റേഡിയോയിൽ കയറിയതാണ് ഫെബ്രുവരിയിൽ. ഇപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും ഓൺ എയറിലാണ്. പക്ഷെ ടോപ്പ് ആങ്കറിലെ ഈ പുള്ളിക്കാരി വിജയിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ അവർ ഓഫർ ചെയ്തിരുന്നത് അവിടെ ജോലി കൊടുക്കുമെന്നാണ് ഓഫർ ചെയ്തിരുന്നത്, ടോപ്പ് ആങ്കറിൽ ജയിക്കുന്ന ആൾക്ക്. പക്ഷെ ജയിച്ച ആൾ എവിടെയോ പോയി, ജോലി കിട്ടിയത് ഇവക്കാ ജോലി കിട്ടിയത്. സത്യാണ് കേട്ടോ, സത്യാണ്. അയ്യോ അത് ഭയങ്കര പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ട് ഡിജിറ്റലില് പ്രോഗ്രാം പ്രൊഡ്യൂസർ കം ആങ്കർ ആയിട്ട് എനിക്ക് ജോലി കിട്ടി. കഴിഞ്ഞ ആഴ്ച ഒരു ഇത് കണ്ട്, മെറിയിൽ അല്ല മീമാണ്, ട്രോൾ മെറ്റീരിയൽ ആണ്, പക്ഷെ അത് ടോപ്പ് ആങ്കറിലാണ്. ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ലിപ്പ് ഓഫ് ദ ടങ്ക് വന്നതാണല്ലേ, അത് അറിയാതെ വന്നതാണല്ലേ. നൈല ഉഷ മാഡം ആ സിനിമയിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. നല്ല ഇതിൽ വന്നിട്ട് പെട്ടെന്ന് കലോടച്ച് കളഞ്ഞു ഞാൻ. അത് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ചാച്ചൻ വലിയ ഫാനാണ് ജോസഫ് സിനിമയിൽ മാം. ജോസഫ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ചാച്ചൻ ഭയങ്കര ഫാൻ. അപ്പൊ ഉടനെ ആയില്ല മാം, ഞാനതിനാ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലല്ലോ മോളെ. അതൊക്കെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക, എയറിൽ ഇങ്ങനെ പറന്നോണ്ടിരിക്കുക. അതൊക്കെ മസ്താനിയെ തുടക്കം മുതലേ കണ്ടുകൂടായിരുന്നോ, അതോ ഒരു ഇറങ്ങിയിട്ട് റീ എൻട്രിയിലാണോ കാണാൻ ഇഷ്ടമില്ലാത്തത്? എന്താണ് സംഭവം? എനിക്ക് തുടക്കം മുതൽ എല്ലാരെയും കാണാറുണ്ട്, എനിക്ക് നല്ല കാഴ്ച. അല്ല, നമുക്കൊരു ഇഷ്ടക്കേട് വരുമല്ലോ സംസാരത്തിലായാലും. മസ്താനി എങ്ങനെ തുടക്കം മുതൽ എങ്ങനെയായിരുന്നു? ഒരു ശത്രുവിനെ പോലെ ആയിരുന്നു ആക്ച്വലി. ഏറ്റവും വലിയ കോമഡി, മസ്താനി ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ വീട്ടിലില്ലായിരുന്നു. ശരിയാണല്ലേ. പക്ഷെ മസ്താനി ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തു ആ വർത്തമാനം കേട്ടപ്പോൾ. ഞാനൊരു കാര്യം പറയട്ടെ, ആ റീൽ ഇറങ്ങിയപ്പോൾ ശരിക്കും നമ്മൾ ആ വീഡിയോ, ബിഗ് ബോസിലെ വീഡിയോ കണ്ടപ്പോഴും ബിൻസിയുടെ ഭാഗത്താണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി. എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നമ്മളൊരു ആസ് എ വ്യൂവർ എന്ന നിലയ്ക്ക് ഞാൻ ബിഗ് ബോസ് അന്ന് പൂർണ്ണമായി കണ്ടില്ല, പക്ഷേ ബിൻസിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഇത് ബിൻസിയെ വെളുപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതാണ്. ബിൻസിയുടെ ഭാഗത്ത് എന്തോ പോസിറ്റീവായിട്ട് തോന്നി. ചാച്ചനെ പറ്റി പറയുന്നു, ചാച്ചന്റെ പ്രൊഫഷൻ അല്ലേ, പ്രൊഫഷൻ അല്ലേ, അതൊരു ഇതാണ്, ഒരു ആക്കി പറയുന്ന പോലെ. പക്ഷെ പുള്ളിക്കാരി അവിടെ കാണിച്ചതൊന്നും എനിക്ക് അത്ര ഇതായി വെടിപ്പെടും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ വന്നപ്പോൾ നേരെ തിരിഞ്ഞാണ് വരുന്നത്. അതെന്താണ് ശരിക്കും? അത് നേരത്തെ PR സംഭവം തന്നെയാണോ അത് വെളുപ്പിക്കാൻ കാരണം? ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞ കാര്യം,
മസ്താനിക്ക് ഓൾറെഡി നല്ല നെഗറ്റീവായിട്ടാണല്ലോ പോയത്. ഇപ്പൊ നമ്മള് തിരിച്ച് റീ എൻട്രിക്ക് വരുമ്പോ പോലും മസ്താനി വരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ലാസ്റ്റ് മസ്താനിയുടെ ഫ്ലൈറ്റ് വരെ മസ്താനി വരുന്നുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു പോയി. നേരത്തെ ഫ്ലൈറ്റ് മിസ്സായി. മസ്താനി ഈ ഫ്ലൈറ്റും കൂടെ എയർലൈൻ വീണ്ടും അന്ന് പറഞ്ഞ് നേരത്തെ പോയി. മസ്താനിയോടെ പിന്നെ 2 ടിക്കറ്റ് എടുത്തു തോന്നുന്നു. ഏഷ്യനെറ്റ് ടിക്കറ്റ് കൊടുത്തായിരുന്നു. ഇത് മസ്താനിന്റെ പൈസ കൊടുത്താ ടിക്കറ്റ് എടുത്തു വന്നത് അല്ലേ? എന്നെ സമ്മതിക്കണം, ഞാൻ എന്തൊക്കെ വിലയിരുത്തുകളാണ്. അതെ കാണുന്നില്ലെങ്കിൽ എന്താ എല്ലാം അറിയുന്നില്ലേ ഈ മനുഷ്യൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ പറഞ്ഞു. അപ്പം മസ്താനിക്ക് അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇപ്പം നമ്മളകത്ത് റീ എൻട്രിക്ക് ഞാനാണല്ലോ ഫസ്റ്റ് ഡേ കയറിയത്. ഞങ്ങൾ കുറച്ച് പേരാ കയറിയത്, ഞങ്ങൾ 6 പേരാ. അപ്പൊ ആ സമയത്ത് പോലും ഏഷ്യാനെറ്റിലെ ആൾക്കാരൊന്നും നമ്മുടെ അടുത്ത് പറയുന്നത് ഈ ഷോയിൽ നിന്ന് ഇപ്രാവശ്യം നെഗറ്റീവായിട്ട് പോയ ഒറ്റ കണ്ടസ്റ്റന്റേ ഉള്ളത് മസ്താനിയാണ്, നമ്മൾ ആരും വിചാരിച്ചില്ല അങ്ങനെ ആകും എന്ന് ആരും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മസ്താനിക്ക് തന്നെ അറിയാം പുറത്ത് പുള്ളിക്കാരിക്ക് ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം തിരിച്ചു കയറിയപ്പം ആള് നല്ലൊരു PR ടീമിനെയൊക്കെ ഏൽപ്പിച്ച് പേജൊക്കെ സെറ്റ് ചെയ്ത്. കാരണം എവിടെ നോക്കിയാലും അതായത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അത് കാണുമ്പോൾ. മസ്താനിക്ക് വേണ്ടി പേജ് തന്നെ ഉണ്ട് ഇൻസ്റ്റയില്. ആള് ഒന്ന് അനങ്ങിയാൽ, ഒന്ന് നടന്നാൽ, ഒന്ന് കരഞ്ഞാൽ അതിനൊക്കെ ഇമോഷണൽ സാധനമാക്കി എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി ഒരു പേജ് തന്നെ ഉണ്ട്. സോ അത് കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകനും എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അയ്യോടാ ആ പാവുണ്ട് എന്നൊരു തോന്നല് വരും. എന്താ മസ്താനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോറി ചോദിക്കാൻ വേണ്ടി ബിൻസിയുടെ അടുത്ത് വന്നതാണ്. പക്ഷെ ബിൻസി അവിടെ പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ എനിക്കതെന്തോ ചോദിക്കാം വേറെ രീതിയിലാണ്. അതെന്താ ആ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂ ആണോ? അതെന്താണ് വേറെ രീതിയിൽ അവർ ചെയ്തോ? അല്ല, ഞാൻ എവിക്റ്റായി വന്നു കഴിയുമ്പം നിങ്ങൾ അറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇടപെടാണ്. ഞാൻ പറയാം ഇത് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ വേണ്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ തുടക്കത്തില്? അല്ലല്ല, എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് ഇന്റർവ്യൂ കൊടുത്ത ആളാണ്. കാരണം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒട്ടും ഓക്കെ അല്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ എവിക്ഷൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതിന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ കണ്ടമാനം കോൾസ് വരുവാണ്. ബിൻസി കരഞ്ഞുകൊണ്ടൊക്കെ എന്നെ വിളിച്ച ആൾക്കാരുണ്ട്. ബിൻസി, ഞാൻ ആ കോളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ബിൻസി എവിക്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല, ഞങ്ങൾക്ക് വിഷമായി പോയി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചു തരാനുള്ള സാധ്യതകളോ വല്ലതും ഉണ്ടോ? നോക്കട്ടെ, നോക്കാം. ഈ ബിഗ് ബോസ് ഈ മിനിഞ്ഞാവുന്ന വരെ മനസ്സിൽ ഒരു എന്താ പറയാ നമ്മളൊരു സത്യമായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരുന്ന സംഭവം. നീ ഔട്ടായ സമയത്തൊക്കെ എന്ത് വിഷമായിരുന്നറിയാവോ? എന്താ പറയണ്ടേന്ന് അറിയില്ല. അത്രയും വൃത്തികെട്ട പരിപാടിയാണ് അതില് കാണിച്ചു കൂട്ടിയതെല്ലാം. ഈ അനുമോളെ ഏത് വിധത്തിലാണടാ. പക്ഷെ ഇപ്പൊ നീ കാണണില്ലേ യൂട്യൂബില് അവളെ ഏറ്റെടുത്തിട്ട് പോയിരിക്കുന്ന എയറില് കാണുന്നില്ലേ? കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഇത് ഒരു വ്യൂവർ ആണല്ലേ? അതെ. എന്റെ നമ്പർ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടില്ല, എന്റെ ബ്രദറിന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ സംസാരിച്ചപ്പം റെക്കോർഡ് ചെയ്തതാണ്. അടിപൊളി. നമ്മൾ വിളിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കരഞ്ഞോണ്ടാണ് വിളിക്കുന്നത്, ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞു. ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒട്ടും ഓക്കെ അല്ല, എങ്കിലും ആൾക്കാർ വന്ന് നമ്മളെ ഇങ്ങനെ മോളെ വിഷമായി എന്ന് പറയുമ്പോൾ അവരെ ഓക്കെ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മള് ശരിക്കും ഞാനല്ലായിരുന്നു ആ സമയത്ത്. ഒറിജിനലായിട്ട് നമുക്കൊന്ന് ചിരിക്കാൻ, ഉള്ളു തുറന്ന് ചിരിക്കാൻ അങ്ങനെ ഒന്നും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇന്റർവ്യൂ. അപ്പൊ എല്ലാരും പറഞ്ഞു ബിൻസി ഇന്റർവ്യൂ ഇപ്പൊ കൊടുക്കണം, ഇപ്പോഴേ പേയ്മെന്റ് ഒക്കെ കിട്ടത്തുള്ളൂ, കൊടുക്കണം. പേയ്മെന്റ് കിട്ടിയല്ലോ തന്നെ. കാരണം ഇതേപോലെ വലിച്ചു കുടിച്ചാലേ ഇതിൽ നിന്ന് കിട്ടുള്ളൂ പൈനാപ്പിൾ, മനസ്സിലായോ? അല്ലെങ്കിൽ ജ്യൂസ് കിട്ടില്ല, പതയുടെ സൗണ്ട് മാത്രം കേൾക്കും. നമുക്ക് നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റ് 3000 വ്യൂസ് അല്ലേ? 4200. അന്ന് ഞാൻ നിനക്ക് ഒരു കിറ്റ്കാറ്റല്ലോ വാങ്ങിച്ചു, അത് മാത്രമേ കിട്ടിയുള്ളൂ. കറക്റ്റ്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ തെളിവ്. ശരി, ഞാനൊന്ന് പോയിട്ട് വരാം. ഇത്രയും മതി എനിക്ക്. കിട്ടാനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം കൂടെ നഷ്ടക്കച്ചവടമാണല്ലോ. ഈ 1 ലക്ഷം രൂപയ്ക്ക് ഉടുപ്പെടുത്തു പോയി. അപ്പൊ ഞാൻ ഓർത്ത് വന്നേ കൊടുക്കാം. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നല്ല ഇന്റർവ്യൂ ആയിരുന്നു, നല്ലപോലെ സംസാരിച്ചു, എല്ലാം നല്ല രീതിയിൽ ചെയ്തു. അപ്പൊ അതിന് വെറൈറ്റി മീഡിയ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൈൽ സ്റ്റോൺ പൈസ തന്നോ? പിന്നെ ഇനി ഞാനൊരു കാര്യം പറയാം, എവിടെ പോയാലും പൈസ ചോദിക്കുക, ഇവര് നമ്മളെയാണ് വെക്കുന്നത്, മനസ്സിലായില്ലേ? അതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട. ശരി പറഞ്ഞു. ഇത് ഇന്റർവ്യൂ അല്ലല്ലോടാ, ശരിയാണ്. ഇത് കുഴപ്പമില്ല. ഇത് നമ്മൾ അല്ലാതെ സംസാരിക്കുന്നതാണ്. അതെ, ആയതുകൊണ്ടാണ് പാവം. എനിക്കറിയാം, ഞാൻ വിളിച്ചപ്പോല്ലോ, ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വിളിച്ചപ്പോലെ ഞാൻ ഫോൺ ബ്ലോക്ക് അപ്പ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ വിളിച്ച ഓടാൻ ബിൻസി വിളിച്ച് ഞാൻ പിന്നെ ബിൻസി വിളിക്കുമ്പോ ഒരു സംഭവം കേൾക്കും കേട്ടോ. നീ കോൾ എടുക്കലും കേട്ടോ, നീ കോൾ എടുക്കല്ലേ? കേൾപ്പിച്ചുതരാം. കോൾ ഇപ്പൊ കട്ടാകുമ്പോ കേൾക്കും ഒരു സാധനം. കട്ടാക്കണോ? ഇല്ലില്ല, നോക്കിയോ.
ആർജെ ബിൻസി കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഫോൺ എടുക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കും തോന്നുന്നുണ്ടോ? എമർജൻസി ആണെങ്കിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. അത് ശരിക്കും ബിൻസിയെ കിട്ടാത്തവരുടെ വിഷമം ബിൻസിയുടെ ശബ്ദത്തിലൂടെ കൊടുക്കും. അതെ, അതാണ് ഞാനങ്ങ് സ്നേഹം വാരിക്കോരി കൊടുക്കും. എനിക്ക് ഇത്ര മതി, എനിക്ക് ഇനി സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ വെക്കും. ഇനി വേണ്ട വേറെ ഇതിൽ പരം എന്താണ്? ആർജെ ബിൻസി കുറച്ച് തിരക്കിലാണ്, അതെന്താ എങ്ങനെ ചെയ്യേണ്ടത്? ഐഫോൺ ഉള്ള ഈ സെറ്റിംഗ്സിനെ കുറിച്ച് അറിയാതിരിക്കുന്ന മഹീൻ മച്ചാൻ, ഷിഫിൻ, ആൻഡ്രോയിഡാ. ഓക്കെ, അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിൽ വെറൈറ്റി മീഡിയ മാത്രമല്ല കേട്ടോ, എല്ലാ ചാനൽസും നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു, എല്ലാവരും കോൺടാക്ട് ചെയ്തായിരുന്നു. ആ സമയത്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, ഇന്റർവ്യൂ തരണമെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ കോളൊന്നും ഡയറക്റ്റ് എടുത്തില്ല, എന്റെ ബ്രദറാണ് എല്ലാം ഡീൽ ചെയ്തത്. അപ്പൊ ആള് ഓൾറെഡി വിളിക്കുന്നവരോട് എല്ലാവരോടും പറയുന്നുണ്ട് നമ്മൾ സെലക്റ്റീവ് ആയിട്ടേ കൊടുക്കുന്നുള്ളൂ, നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. വെറൈറ്റി മീഡിയ അടുത്ത് നമ്മൾ പറഞ്ഞതാണ് ഞങ്ങൾ ഇന്റർവ്യൂ തരാം, പക്ഷേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. വെറൈറ്റി മീഡിയ അടുത്ത് മാത്രമല്ല എല്ലായിടത്തും നമ്മൾ പറഞ്ഞു, മൈൽ സ്റ്റോണിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എല്ലാം സെറ്റ് ആയിട്ട്, കാരണം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവിടെ മിണ്ടാണ്ടിരുന്നാലും അവർക്ക് കണ്ടന്റ് ആണ്, ഇറങ്ങിപ്പോയാലും കണ്ടന്റ് ആണ്, എല്ലാവർക്കും കണ്ടന്റ് ആണ്. അപ്പൊ അത് കാരണം ഞാൻ അതത്രയും ഞാൻ ഭയങ്കര ആലോചിച്ച് തന്നെ ചെയ്തത്. അവിടെ ചെന്നിരുന്നു, ഓക്കെ മസ്താനിയാണെന്ന് പറഞ്ഞു, ശരി ആരാണെങ്കിലും എനിക്കൊന്നുമില്ല, നമ്മള് സംസാരിക്കും. അങ്ങനെ ഇപ്പൊ മഹിമച്ചനാണേലും ഷിഫിനാണേലും അല്ലേ, അല്ല അങ്ങനല്ല, നമ്മൾ സംസാരിക്കും. ആ ഒരു വൈബ് കീപ്പ് ചെയ്ത് തന്നെ നമ്മൾ പോകുന്നത് എല്ലാവരുടെ അടുത്തും. അപ്പം മസ്താനി വന്നിരുന്നു, ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ആ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു എപ്പിസോഡ് ഫുള്ളും അപ്പാനിയുടെ കാര്യങ്ങൾ മാത്രം. ഓക്കെ, ചോദിച്ചോളൂ, ഫൈൻ, എനിക്ക് ആൻസർ പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം എനിക്ക് പറയാൻ നല്ല മറുപടികൾ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഒരാൾക്ക് പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുത്തിട്ട് പോലും തിരിച്ചും മറിച്ചും വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. ഞാനിപ്പോ കട്ട് വിളിച്ച അവിടുത്തെ അവരുടെ തമ്മിൽ അതായിരിക്കത്തില്ലേ, ബിൻസി ഉത്തരം മുട്ടി അപ്പാനിനെ കുറിച്ച് പറഞ്ഞപ്പോ പൊട്ടിത്തെറിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇഷ്ടമില്ലാതെ നമുക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? സ്ട്രൈക്ക് പറ്റൂല. ഞാനിപ്പോ പറയാണ് എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് വേണ്ട എനിക്ക് ഇന്റർവ്യൂ. ഞാൻ മസ്താനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേസിന് കൊടുത്തൂടെ? ചേട്ടൻ നെഗറ്റീവ് എണീച്ച് പോവല്ലേ, അപ്പൊ അവർക്ക് ഇടാൻ പറ്റൂല. അതിന് ഞാൻ പറയാം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ഇന്റർവ്യൂ എടുത്ത് പിറ്റേ ദിവസം തന്നെയാണ് തോന്നുന്നു ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അത് ഞാനിത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒരു ഇന്റർവ്യൂസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ അവസ്ഥയാണ്, കിളി പറഞ്ഞ് നടക്കുന്ന അവസ്ഥ. അതെ, നമ്മൾ തകർന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പോലും ഞാൻ ചിരിച്ചോണ്ടിരുന്ന് ഞാൻ ഭയങ്കര ഡീസന്റ് ആയിട്ടാണ് ഞാൻ മറുപടി കൊടുത്തിരിക്കുന്നത്. അടുത്ത പാർട്ടിൽ ഫുള്ളും എൻ്റെ അടുത്ത് ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ബിൻസിയുടെ ദാരിദ്ര്യം വിൽക്കാനല്ലേ ബിൻസി ബിഗ് ബോസിൽ പോയത്? ഓരോ ലൈവിലും ബിൻസി പറയുന്നത് ബിൻസിയുടെ ഇല്ലായ്മകളെ കുറിച്ചാണ്. ചാച്ചൻ്റെ ഓട്ടോ ഗോൾഡ് പണയം വെച്ചിട്ടാണ് പോയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം കാര്യം ശരിയാണ്, എല്ലാം ഓക്കെയാണ്, നമ്മുടെ അവസ്ഥയാണത്. അതിനിങ്ങനെ വലിച്ചു കീറി ചോദ്യം ചെയ്ത് നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു യൂട്യൂബിൽ ആ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം എനിക്കുണ്ടായ നെഗറ്റീവ്സ് ബിഗ് ബോസിനെക്കാട്ടും വലിയ നെഗറ്റീവ് ആയിരുന്നു. ഞങ്ങളുടെ ബിഗ് ബോസ് മുത്താണ്. ബിഗ് ബോസിനെക്കാളും പടി കുറഞ്ഞു തന്നെ നിന്നു ബിഗ് ബോസ്. വൻ നെഗറ്റീവ് ആയിരുന്നു മച്ചാനെ, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം കാര്യം എന്താണെന്ന് അറിയാത്ത ഈ ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും അതിന്റെ താഴെ വന്നിട്ട് അത്രയ്ക്ക് മോശം കമന്റ്സ് ആയിരുന്നു. ചാച്ചനൊക്കെ ഉണ്ടല്ലോ മുത്താണ്. കാരണം ചാച്ചനും അമ്മയും അത്ര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ആ സ്റ്റേജിൽ എനിക്ക് കൂളായിട്ടിരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയാൻ. ഇന്ന് കാണുന്ന പോലെ എനിക്ക് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തൊന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് മസ്താനി ബിഗ് ബോസിൽ പോയെന്നുള്ള വാർത്തയാണ് ഞാൻ അറിയുന്നത്. ആള് വൈൽഡ് കാർഡിൽ കയറി. അത് കഴിഞ്ഞ് മസ്താനീനെ അവിടെ നിന്ന് ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. മസ്താനിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് ഇവര് കാണിച്ച കാര്യങ്ങൾ, ആര്യനൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് മസ്താനിനെ ഇല്ലാണ്ടാക്കിയിട്ടാണല്ലോ വീട്ടിൽ ഇറക്കി വിടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മസ്താനിയുടെ ഓരോ സാധനങ്ങൾ വരുന്നത്. ഈ ഫാമിലിനെ തൊട്ട് കളിക്കുന്നത് മസ്താനിയുടെ ഒരു ഹോബിയാണെന്ന് എനിക്ക് തോന്നുന്നത്. രേണു സുധി പാവ സുധിച്ചേട്ടനെ വെച്ച് എന്തോരം പറഞ്ഞു രേണു സുധീനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് റെന ആലിബിഷു എന്തൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ മസ്താനി അപ്പാനി ശരത്തായിട്ടുള്ള ആ ഒരു വലിയ പ്രശ്നം തുടങ്ങുന്നത് തന്നെ രേഷ്മ ഭാര്യ ഗർഭിണിയായിട്ട് ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ വീട്ടുകാരെ തൊട്ടാണ് മസ്താനി കളിച്ചത്. അപ്പൊ അതൊക്കെ കൂടെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് മസ്താനിയുടെ ഒരു വീഡിയോ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടു. പറ്റിച്ചിട്ട് പോയൊരു സംഭവം അത് ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ. ആ സമയത്ത് ആരെ സംസാരിക്കും, ഈ പെൺകുട്ടിക്ക് വേറൊരു പേരുണ്ട്,
അൻവറ സുൽത്താന. പേരല്ലേ? അത് റിയൽ സാധനം തന്നെയാണല്ലോ. അപ്പൊ അത് എനിക്കറിയില്ല അതിനെ കുറിച്ച്. ആ സമയത്ത് ഫുള്ളേ ഞാൻ ഇരുന്ന് വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂസ് കണ്ടിരുന്ന് മസ്താനി എവിക്റ്റ് ആയ ദിവസം ഉറക്കമില്ലാണ്ടിരുന്ന അവൾക്കായിരുന്നില്ല, എനിക്കായിരുന്നു. കാരണം ഞാൻ ഒരു പ്രോ എഡിറ്റർ ആയെന്ന് മാറി. ഞാൻ ഒരു വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്തിട്ടു. ഇൻസ്റ്റാഗ്രാമിൽ 5 മില്യൺ 4 മില്യൺ 3 മില്യൺ ഒക്കെ അടിച്ചു. ആ സമയത്ത് അതിന് താഴെ വന്ന കമന്റ്സ് ഫുൾ ഒന്ന് കാണണമായിരുന്നു. കാരണം മസ്താനിന് ഇത്ര ദേഷ്യമുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. അത്രയ്ക്കും ആൾക്കാർക്ക് പൊളിഞ്ഞിരിക്കുന്ന സമയമാണ്. കാരണം അപ്പാനിനെ അന്ന് അങ്ങനെ പറഞ്ഞു, എല്ലാം കൊണ്ടും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുവാണ്, സൂപ്പർ, ആരാ എഡിറ്റ് ചെയ്തത്? ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്ത കാര്യമാണ്. കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ടും. അഞ്ജന മാമിന്റെ ഒരു അടിപൊളി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മസ്താനിയായിട്ട്, കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ സാധനം. അതൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത സാധനമാണ്. അപ്പം പിറ്റേ ദിവസം തന്നെ ആയപ്പോൾ അത് 1 മില്യൺ അടിച്ചു. അങ്ങനെ ഭയങ്കര റീച്ച് ആയിരുന്നു അതിന്. ഈ പോഡ്കാസ്റ്റും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തു തരും. എഡിറ്ററേ, ആരാ എഡിറ്റ് ചെയ്യുന്ന ആരാ ശരിക്കും? എല്ലാം തന്നെയാണ്. പ്ലേറ്റ് എന്റെ പണി പോയടാ. 5 മില്യൺ കിട്ടുമെന്നാണ് പറയണത് പുള്ളിക്കാരി എഡിറ്റ് ചെയ്താ. എന്നിട്ട് എടാ അല്ലടാ, അതിനകത്ത് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പം മസ്താനി എവിക്റ്റ് ആയി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിപ്പോർട്ട് വന്നു. അപ്പം നമുക്കറിയാലോ, മെയിൽ അയക്കാലോ നമുക്ക് അവർക്ക്. അപ്പൊ ഞാൻ ഓർത്തു ഇത് ആരാ റിപ്പോർട്ട് അടിച്ചത്, മെയിൽ അയക്കണം. കാരണം ഇത്രയും ഹിറ്റ് വീഡിയോ ആണ് എന്റെ പേജിൽ. നോക്കിയപ്പം അൻവറ സുൽത്താന മെയിൽ ID ആയിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒരുപാട് വീഡിയോ നമുക്ക് സ്ക്രീനിൽ കാണിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ? അത് ഇച്ചിരി പാടായിരിക്കും. അത് കാണിക്കാം. അത് കുറച്ചൊന്ന് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. എനിക്ക് പേയ്മെന്റ് തരണം, ഞാനല്ലേ എഡിറ്റർ. അത് വേണമെങ്കിൽ ആ സെക്കൻഡിൽ എത്ര രൂപയാണ് കിട്ടുന്നത്? കറക്റ്റ് കിട്ടും. ഓക്കെ, കൊടുക്കാം. ഇതിന്റെ കാണിക്കാം. ബിഗ് ബോസ് ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല. പിന്നെ നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല ബിഗ് ബോസ്. എന്റെ ഒരു മുഖമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിചാരിച്ച പോലല്ല. നീ കഴിഞ്ഞ മനസ്സിലായില്ലേ? പുറമെ നിന്ന് കാണുന്നല്ല ബിഗ് ബോസ്. ശരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 7ന്റെ പണി ആണെന്ന് തോന്നി. കൗതുക ലേശം കൂടുതലാണ്. 7ാമത്തെ ആഴ്ച 7ന്റെ പണി കിട്ടിയ നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വെൽക്കം മസ്താനി. ഞാൻ പോയിക്കോട്ടെ. അതായത് ബിഗ് ബോസ് പുറത്തുവിട്ട കാര്യങ്ങളാണ്. ബിൻസി ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയപ്പോ ഓട്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല, ഈ ഇല്ലായ്മകൾ പറഞ്ഞ ആളുകളുടെ ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. സെന്റിമെന്റ്സ് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും അതിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ വീഡിയോ കോണ്ടന്റ് ചെയ്താൽ പോരെ, ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ എന്റെ ഫാമിലിയിലെ എൽഡർ ഡോട്ടർ ആണ് ആൻഡ് ഐ ആം ഓൾസോ ദ ഫാദർ ഓഫ് മൈ ഫാമിലി. ഐ ആം ദ ഫാദർ ഓഫ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അതാണ് കുറച്ച് അമിത ആവേശമായില്ലേ? ചെറുതായിട്ടില്ലേ? ആയില്ലേ? ആയെന്ന് തോന്നുന്നു. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. എടാ ഒരു രക്ഷയില്ല കേട്ടോ. ഇതെങ്ങനെ മാറിയിരിക്കുമല്ലേ? ക്രിയേറ്റിവിറ്റി ഉണ്ട് കേട്ടോ. എന്നറിയാം, നമുക്ക് ഭയങ്കര വിഷമമായി പോയി മച്ചാന. ഇതിപ്പോ ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച ചെയ്തതല്ല, പക്ഷെ എനിക്ക് പ്രതികരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എത്ര വിഷമമായി പോയി. ഒന്നാമത്തെ കാര്യം, ഇന്ന് വരെ എനിക്ക് 26 വയസ്സുണ്ട്, ഇതുവരെ എൻ്റെ അച്ഛൻ്റെ ജോലിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ സെന്റിമെന്റ്സ് പറഞ്ഞോ ഒരാൾ പോലും 1 രൂപ തന്ന് സഹായിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് വരെ, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ കസിൻസ് ഒക്കെ റിച്ച് ആണ്. ഇന്ന് വരെ ആരുടെ ഒരു ഹെൽപ്പ് ഇല്ലാണ്ടാണ് ഞാൻ ഇവിടം വരെയെങ്കിലും എത്തി നിൽക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് പോലും. അല്ലാണ്ട് ഞാൻ ആരെയും കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ ഈ സാധനം ഭയങ്കര വൈറലായിരുന്നു. ആള് വന്ന് റിപ്പോർട്ട് അടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആളെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് കഴിഞ്ഞപ്പോഴാണ് റീ എൻട്രിക്കായിട്ട് നമ്മൾ കയറുന്നത്. അപ്പൊ പോലും മസ്താന് നമ്മുടെ ലിസ്റ്റിലേ ഇല്ല. നമുക്ക് അനുവിന്റെ അടുത്ത് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു, ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടായിരുന്നു. അതല്ലാണ്ട് ഈ മസ്താന്റെ അടുത്ത് സംസാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതായത് ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല, അങ്ങനെ ഒരു സാധനമായിരുന്നു. അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ബിൻസി മിണ്ടാത്തത് എന്ന് ചോദിച്ചാണ് മസ്താനി വരുന്നത്. അപ്പൊ കാരണം അറിയാൻ വേണ്ടി ആള് വന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ആള് വീട്ടിലേക്ക് വരുന്നത് പോലും കരഞ്ഞോണ്ടാണ്. രാത്രി ഫുൾ ഓരോ ആൾക്കാരോട് ചെന്ന് ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആള് നല്ലപോലെ സിമ്പതി പിടിച്ചു പറ്റുന്നുണ്ടായിരുന്നു. ഞാനത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പാൻ്റെ അടുത്ത് സംസാരിക്കണം, പ്രശ്നം പറഞ്ഞ് തീർക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മോർണിംഗ് വന്നു. അപ്പാനിയുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ആണല്ലേ? തോറ്റ് അപ്പാനി ജയിച്ചു ഞാൻ റിയാക്ട് ചെയ്തു. അത് ഭയങ്കര റീച്ചായിരുന്നു. അത് സംഭവം അതാ അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അവളിവിടെ വട്ടെ
ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് കാണിക്കാൻ പറ. എൻ്റെ അടുത്ത് നോക്കിയപ്പോ അടുത്ത നിമിഷം അവൾ എൻ്റെ അടുത്ത് സംസാരിക്കില്ലല്ലോ. നോക്കിയപ്പോ അപ്പുറത്തൊരു സൈഡിൽ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ക്ഷമ വയ്ക്കുന്നു ചേട്ടാ, എനിക്ക് നിന്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പാനി ശരിക്കും ഒരു പാവമാണ്. അപ്പാനി വീട്ടിൽ ആരായിട്ട് ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും ആള് തന്നെ സോറി പറഞ്ഞത് സോൾവ് ചെയ്യാറുണ്ട്. അതുപോലെ മസ്താനി വന്നപ്പോ മനസ്സലിഞ്ഞ് പോയതാണ്. പക്ഷെ ബിൻസി അവിടെ മനസ്സിലിഞ്ഞില്ല, ഈ സാധനം മൈൻഡിൽ കിടക്കില്ല. ഇല്ല ചേട്ടാ, എൻ്റെ അടുത്ത് രാവിലെ വന്ന് സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തന്നെയാ പറയുന്നത്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളിനെ പോയി മിണ്ടരുത്, ചൊറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോഴും നമ്മൾ അത് വിട്ടു, എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള രീതി വിട്ടു. അത് കഴിഞ്ഞ് മസ്താനി സോഫയിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞ ഡയലോഗ്, അപ്പൊ നീ തിരിച്ചു പറയുന്നത് നീ തലയിൽ മുണ്ടും കൂടെ ഇട്ടല്ലേ പോയത്? അത് ഞാൻ തിരിച്ചു പറഞ്ഞല്ലോടാ. നീ ബിഗ് ബോസിലല്ലോ, ഇപ്പൊ പോഡ്കാസ്റ്റിലല്ലേ ഇരിക്കുന്നേ? എങ്ങനെ പറഞ്ഞു? ഓക്കെ, അങ്ങനെ പറ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നപ്പം കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലുലു പോയപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ കുറച്ചുകൂടെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിചാരിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞല്ല, അത് ഉള്ളിന്ന് വന്നു പോയതാണ്, എന്റെ ഉള്ളിന്ന് വന്നു പോയതാണ്. അപ്പനെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും, അത് ആര് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യത്തുള്ളൂ. ആ സാധനം അങ്ങനെ ഉള്ളിന്ന് വന്നു. മസാനി പറഞ്ഞ ടോണാണ് പ്രശ്നം. ഇപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛന്റെ ഓട്ടോനെ പറഞ്ഞാൽ എന്താ ബിൻസിക്ക് ഇത്ര പൊള്ളാൻ വേണ്ടിയിട്ട്, അച്ഛനെ അല്ലല്ലോ പറഞ്ഞത്. പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റിയില്ല. അതാണ് സാധനം. അതായത് ഈ അഞ്ജനയുടെ ഇന്റർവ്യൂ ആണല്ലോ എല്ലാരും എവിക്റ്റ് ആവുമ്പോൾ, അതായത് ഒരു സ്ഥലം കഴിഞ്ഞ് അവിടെ നിന്ന് അവിഞ്ഞ് ഇല്ലാതായി തകർന്നു പോകുമ്പോഴാണ് അടുത്ത ഇത് ഒരു സംഭവം. അത് ഇന്റർവ്യൂ, അഞ്ജനയുടെ ഇന്റർവ്യൂവിൽ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് പുറത്തായവരെല്ലാരും കൂടെ. അപ്പൊ ആ ഇന്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു സംഭവം, എന്തോ ഒരു കാര്യം പ്രപ്പോസ് ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു ടാസ്ക് കൊടുത്തോ പുള്ളിക്കാരുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ ആ ടൈമില്? ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നില്ല ഇന്റർവ്യൂ, ഞാൻ മസ്താനി ഗ്രൂപ്പിലായിരുന്നു. പക്ഷെ മുഖം എന്തോ ഒരുമാതിരി ചുളിച്ചു വെച്ചിട്ട് എന്തോ ഇങ്ങനെ എന്തോ ആക്കുന്നുണ്ടായിരുന്നു. ബിൻസിയുടെ കാര്യം എന്തോ പറഞ്ഞപ്പോ ആണോ അങ്ങനെ എന്തോ ഞാൻ കണ്ടു. ബിൻസി ഇപ്പുറത്തെ ഗ്രൂപ്പിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം ശൈത്യാണ് പ്രപ്പോസ് ചെയ്തത്, സാബുമാന അതല്ലേ? അതെ ആണോ? ഞാൻ അടുത്ത ടീമായിരുന്നു, എന്നെ അവര് മസ്താനിയുടെ ടീമിൽ കൊണ്ടിട്ടു. ആ ഇന്റർവ്യൂവിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം. എന്താണ് സംഭവം? അതിനകത്ത് ഫുള്ള് മസ്താനിനെ വെളുപ്പിക്കലായിരുന്നു. ജിഷിൻ അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട്, ഇത് എന്താണ് ഇത് മസ്താനിനെ കുറിച്ച് പറഞ്ഞല്ലേ പറഞ്ഞു. അത് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജിഷിൻ ചേട്ടൻ തമാശക്കായിട്ട് പോലും അവിടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മസ്താനിയെ വെളുപ്പിക്കാൻ നോക്കിയത്, ഏഷ്യനെറ്റ് വെളുപ്പിക്കാൻ നോക്കിയ മസ്താനി അത്രമാത്രം കാലുപിടിച്ചാണോ ഇനി അങ്ങനെ ചെയ്യരുത്? അതെനിക്കറിയില്ല. പക്ഷേ എനിക്കിങ്ങനെ ചെന്ന് പറയാമോ? ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാണ്, ചേട്ടാ എൻ്റെ കുടുംബം വരെ എന്നെ ഇപ്പം ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്, എനിക്ക് വേറെ വഴിയില്ല, നിങ്ങൾ എന്നെ പോസിറ്റീവ് ആക്കി തരുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതിലൊരു അവർ ഹെൽപ്പ് ചെയ്യൂ. പക്ഷേ മസ്താനിയുടെ കാര്യത്തിൽ ആരും ഹെൽപ്പ് ചെയ്തു പോകും, കാരണം അത്രയ്ക്ക് ദാരുണമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും അതിനകത്ത് ഫുൾ ഇങ്ങനെ മസ്താനിക്ക് കുറെ സ്പേസ് കൊടുത്ത പോലെ എനിക്ക് തോന്നി. കാരണം ഫൺ ചാറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ പോയിരുന്നത് സംസാരിച്ചു. പക്ഷെ ആള് പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ച പോലെ ഞാൻ പക്ഷെ അതിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണുന്നില്ല. കാരണം ഏഷ്യാനെറ്റിൽ നിന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പരിപാടി അവസാനിക്കുമ്പോൾ തീരുന്നു എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പ്രാങ്ക് ചെയ്യാൻ തോന്നുന്നു. നമ്മുടെ പോഡ്കാസ്റ്റിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത് പ്രാങ്ക് സെഗ്മെന്റ്. പണ്ട് മാറ്റിവെച്ച സാധനമായിരുന്നു, ഇതിൽ നമുക്ക് തുടങ്ങാം. എന്തെങ്കിലും എനിക്ക് തോന്നുന്നു രേണു സുധീനെ നമുക്ക് വിളിക്കാം. ദുബായിലായിരിക്കും ഇനി, ഇന്റർനാഷണൽ ഉദ്ഘാടനം ആയിരിക്കും. നോക്കാം, വിളിച്ചു നോക്കാം. ബിൻസിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ചാച്ചൻ സംസാരിക്കണം എന്ന് പറയാം. ചാച്ചന്റെ സൗണ്ട് എങ്ങനെയാണ്? കുറച്ച് ബേസ്. ചാച്ചനെ രേണുസുധിക്ക് നല്ലപോലെ അറിയാം. സൗണ്ട് ജലദോഷമായിരുന്നു ചാച്ചൻ. അങ്ങനെ പറയാം. ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാമോ? പറയൂ. ഞാനേ ചാച്ചന് കൊടുക്കാവേ, ചാച്ചൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്നാ ചാച്ച. രേണു എന്തോ സുഖാണോ? എവിടാ? സുഖമായിട്ടിരിക്കുന്നു ചാച്ചാ. എവിടെ പോവാ? ഇലവീഴ പൂഞ്ചിറല്ല ഷൂട്ട്, അപ്പൊ ഈരാറ്റുപേട്ട കഴിഞ്ഞു ഇങ്ങോട്ട് പോവാ. നാളെ ഷൂട്ടുണ്ട്. ഇളവാരാനാണോ? എവിടെ? എന്താ? ഇലവീഴ പൂഞ്ചിറ. മോളെ ഓക്കെ ഞാൻ വിളിച്ച എനിക്കൊരു സൗണ്ട് ഒരു പ്രശ്നമായി, ജലദോഷം. ഇപ്പം ഇത് വന്നിട്ട് ചെയ്തിട്ടില്ലേ, അതൊന്നും ഇത് സൗണ്ടിനൊരു പ്രശ്നമുണ്ട്. ഞാൻ വിളിച്ചത് മോളെ, ഒരു ഓട്ടോ, ചാച്ചൻ്റെ ഒരു പുതിയ ഓട്ടോ എല്ലാവരും കൂടെ ഏറി കയറ്റി പുതിയൊരു ഓട്ടോയും കൂടെ വാങ്ങിക്കാൻ പറ്റി. അപ്പം അതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ മോളും എൻ്റെ മൈൻഡിലതാണ്, മോളും വന്നതൊന്ന് വന്ന് മറിച്ചിട്ടാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് 2024 അന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ ആണോ? 2025 മോളെ, ഡിസംബർ മാസം. മസ്താനിയും മോളും കൂടെയാണ് അത് ഉദ്ഘാടനം. മസ്താനിയെ എനിക്ക് കൊണ്ടുവരണം, കാരണം എൻ്റെ മോള് അത്രയും ഏറ്റില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നാൽ എനിക്ക് 3ാമതൊരു ഓട്ടോ വാങ്ങിക്കാൻ പറ്റും ഉറപ്പായിട്ട്. അപ്പൊ എന്തായാലും മോള് വരണം കേട്ടോ. പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോള് പറഞ്ഞാൽ മതി, അത് മീറ്റർ ഇട്ട് തരാം.
ഞാൻ എന്നാ പറയാനാ? അതൊന്നും കുഴപ്പമില്ല. ചാച്ചൻ വാങ്ങിക്കുന്ന ഓട്ടോ മോക്ക് അവസാനം വേണോന്ന് പറയരുത്. അവസ്ഥ ഇപ്പൊ അങ്ങനെയാണല്ലോ കാലങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എത്രയോ പേര് ബിൻസിയുടെ പേര് പറഞ്ഞു എന്റെ ഓട്ടോയിൽ മക്കളെ കയറി വരുന്നുണ്ട്, എന്നിട്ട് ലാസ്റ്റ് പൈസ തരാതെ ഒറ്റ ഓട്ടോ തുണിയും തലയിട്ട്, അങ്ങനെ എത്ര പേര്. അപ്പം ചാച്ചൻ പൈസ ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചാച്ചന് പ്രശ്നമില്ല, അയ്യോ അത് കുഴപ്പമില്ല. രേണു മോള് നോക്കിയിട്ട് പറഞ്ഞാൽ അത് ഈ മോളുടെ പൈസ തരാം, അതേപോലെ നമ്മൾ പോയാൽ മതി. ഓക്കെ ഓക്കെ ചേട്ടൻ പറഞ്ഞാ മതി എന്നാ. ശരി ശരി അമ്മ. ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ. ചേച്ചി എന്തോ സന്തോഷായോ? ഓ ആയി. അങ്ങനെ ഓട്ടോയുടെ ഉദ്ഘാടനം ചേച്ചി ചെയ്യാൻ പോവാണ്. പിന്നല്ലാണ്ട് എനിക്കിനി ഉൾക്കാണ്ട് വേണ്ട. ഹാപ്പിയാണോ? ഹാപ്പി ആയിട്ടിരിക്കും. നീ വിളിച്ചാ മതി. ചേച്ചി ചാച്ചന് ഉമ്മ കൊടുത്തപ്പോ അമ്മ കുറച്ച് പൊസസീവായി. അമ്പടെ ഞാൻ ചാച്ചന് വീണ്ടും ഉമ്മ കൊടുക്കാം. അമ്മയ്ക്ക് പൊസസീവ്നെസ് കൂടട്ടെ. ഉമ്മ 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 അമ്മയ്ക്ക് ഉമ്മ. അവസാനം ചാച്ചൻ വന്ന് വീട്ടിൽ ഇരിക്കും. അയ്യോ ചാച്ചൻ വീട്ടിൽ വന്നിരിക്കുമെന്നൊക്കെ പറയുന്നു. ഇത് എന്റെ ദൈവമേ. ഓടി. ഇനി ഒരു സത്യം പറയട്ടെ, ആ ഈ സംസാരിച്ച ചാച്ചൻ എന്റെ ചാച്ചനല്ല. ഇത് ഞാൻ ഒരു പാവം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, മാഹീൻ മച്ചാൻ. പുള്ളിക്കാരി എൻ്റെ ഞാൻ നിങ്ങളെ കുറേ തവണ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഷൂട്ടാണെന്ന് പറഞ്ഞ് പലയിടത്തും ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രാങ്ക് കാരണം ഷൂട്ടാവിന് പലയിടത്തും ഓടുവല്ല. ഷൂട്ടാവിന് പലയിടത്തും ഓടുന്നത്. അയ്യോ എനിക്ക് അല്ല 160% ഞാൻ അതിന് യോജിക്കുന്നു. അത്രയും തിരക്കുള്ള ഒരാളാണ്. അത് വിത്ത് റെസ്പെക്റ്റോടെ ഞാൻ സംസാരിക്കണേ രേണു, എനിക്കറിയാം. പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ടൊരു ഉമ്മ കിട്ടി, സന്തോഷം. താങ്ക് യു സോ മച്ച്. അയ്യേ നാണക്കേട്. അത്രയും വൃത്തിയായിട്ട് എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ജന്മത്തിൽ പിന്നെ ഉമ്മ വരാൻ തോന്നില്ല, അത്രയും ബ്ലോക്ക്. തിരിച്ചു കിട്ടാൻ പറ്റുമോ? അല്ല വേണ്ട, തിരിച്ചു വേണ്ട, എടുത്തോ. എന്നാ ഞാൻ എന്തെന്ന് ചെയ്യണമോ, മോന് കൊടുക്കാം. രേണുവിന്റെ മോന് ചക്കര മോന് രണ്ടുപേരെ ഉണ്ടല്ലോ, അവർക്ക് രണ്ടും. ഓക്കെ ശരി ശരി രേണു, ഒന്നും വിചാരിക്കില്ല, തിരക്കിട്ട ടൈമാണെന്ന് അറിയാം. താങ്ക് യു. ഓക്കെ താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ബൈ. ഞാൻ വിളിക്കാട്ടാ ചേച്ചിയെ. ചേച്ചി ഇല്ല ചേച്ചി, സീനില്ല. നല്ല രസം. അല്ല പുള്ളിക്കാരി ഞാൻ പറയുന്നത് ആരെയും വെറുപ്പിക്കില്ല. അതെ അതെ അതെ. സംഭവം എന്തെന്നറിയാമോ, ഷിഫിൻ അൺനോൺ നമ്പർ പുള്ളി ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് വിളിക്കുന്നത്. നമ്മളെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഈ രേണു ബിഗ് ബോസിൽ വരും മുന്നേ നമ്മൾ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഷിഫിന്റെ അടുത്ത് സംസാരിച്ച മോനെ ഞാൻ തിരക്കാടാ, കാരണം പുള്ളിക്കാർക്ക് പട്ടപ്പട്ടേ ഷൂട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞിട്ട് അതുപോലെ വിളിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു നല്ലൊരു ആളാണ്. നേരത്തെ നിങ്ങൾ ചോദിച്ച ലിസ്റ്റിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള പേര് രേണു ചേച്ചിയുടെ ആയിരുന്നു. കാരണം ഭയങ്കര കമ്പനിയാണ്, എല്ലാ ദിവസവും മെസ്സേജ് അയക്കും. ചേച്ചിയുടെ മെസ്സേജിന്റെ ടോൺ ഇതുപോലാണ്, പൊന്നേ ബിൻസിക്കൊച്ചേന്ന്. ഭയങ്കര രസമാണ് അത് കേൾക്കാൻ, ഭയങ്കര ഫീലാണ്. പുള്ളിക്കാരി എല്ലാവരോടും അങ്ങനെ. മനസ്സിലായി. ഇത്രയും കാര്യം സംസാരിച്ചതേക്ക് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഇത് ഞാൻ അറിഞ്ഞ കാര്യമാണ്, നമ്മൾ പലരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആഫ്റ്റർ ബിഗ് ബോസ് പലരും, അല്ലെങ്കിൽ ആഫ്റ്റർ ആ ഷോയ്ക്ക് ശേഷം പലരും ഡിപ്രഷൻ മോഡിലോട്ട് പോയ കഥകളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. പലരും ഈ ഡിപ്രഷനിലോട്ട് പോകുന്നത് പലരും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ നേരത്തെ തലപ്പത്തിരുന്ന ആൾക്കാർ വരെ അത് കൗൺസിൽ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവന്ന്. അത് ശരിയാണോ? അങ്ങനെ ഡിപ്രഷൻ മോഡിലോട്ട് നമ്മൾ പോവോ? ഭയങ്കരമായിട്ട് നമുക്കൊരു അതെന്താണെന്നറിയാവോ, നമ്മൾ ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം മിസ് ചെയ്യുന്ന കാര്യം ആ മൈക്കാണ്. മൈക്ക് നമ്മുടെ ദേഹത്ത് നിന്ന് എടുത്തു മാറ്റുമ്പോൾ തന്നെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ആ സൗണ്ട്, ബിഗ് ബോസിന്റെ സൗണ്ടിനോടൊക്കെ ഭയങ്കര ഒരു അടുപ്പമാണ് നമുക്ക്. കാരണം ഞങ്ങൾക്ക് ആ വീട്ടിൽ വേറെ ഒന്നുമില്ല, ഫോണില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എല്ലാവരും മറ്റേ അടി ഇടി ഗെയിം, അതിനിടയ്ക്ക് വല്ലോ ജെനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ റെയർ ആയിട്ട് ഉണ്ടായെങ്കിലായിട്ടുള്ളൂ. അപ്പം ഫുഡ് പോലും ഇല്ല, പ്രോപ്പറായിട്ട് ഉറക്കമില്ല. അപ്പൊ ആകെക്കൂടി ഞങ്ങളോട് സംസാരിക്കുന്ന ആള് ബിഗ് ബോസ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ആ ശബ്ദം മിസ് ചെയ്യും. പിന്നെ ആ വീട്, അത് വല്ലാത്തൊരു മാജിക്കാണ് ആ വീട്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഞാനൊക്കെ ഞാൻ 14 ദിവസം നിന്നിട്ടുള്ളൂ. പക്ഷെ ഉറങ്ങിക്കഴിയുമ്പം ഞെട്ടി എണീറ്റ് എന്തൊക്കെയോ ഡാർക്ക് സീൻസ് ഒക്കെയാണ് സ്വപ്നം കാണുന്നത്. എനിക്കറിയില്ല, അത് ആ വീടിനോടുള്ള ഒരു അടുപ്പം കൊണ്ടാണ്. നെഗറ്റീവായിട്ട് ഞാൻ പറയല്ല, പക്ഷെ വീട് ഒക്കെ ഇറങ്ങിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പിസോഡ്സ് ഒന്നും ആർക്കും കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ആരും കണ്ടിട്ടില്ല. കാരണം ഭയങ്കര റിഗ്രറ്റും സങ്കടവും ഒക്കെയാണ്. അപ്പം ഡിപ്രഷൻ ഞാൻ എൻ്റെ കേസിൽ എൻ്റെ എവിക്ഷനും ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്താണ് കരഞ്ഞു മെഴുകിയിരിക്കുമ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ കരഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നതെങ്കിലും ഞാൻ വീഡിയോസിന് വോയിസ് ഓവർ കൊടുത്ത്, ചുമ്മാ ഇൻ ഷോട്ടിൽ VN എഡിറ്റ് ചെയ്യുന്ന വീഡിയോസിന് വോയിസ് ഓവർ കൊടുത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം സൈഡിൽ കൂടെ സെറ്റാക്കിക്കൊണ്ട് വന്നത്. ബിഗ് ബോസിൽ പോയിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടായത് അതാണെന്ന് ഞാൻ പറയും. കാരണം അത് ഭയങ്കര നല്ല സ്റ്റേജ് ആയിരുന്നു. പിന്നെ ഈ ബിഗ് ബോസിൽ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പം ചേട്ടൻ പറഞ്ഞ പോലെ എന്നെ വിളിക്കാത്ത ആൾക്കാരില്ല. നിങ്ങളൊന്നും വിളിച്ചിട്ടില്ല, സ്നേഹമില്ലാത്ത മനുഷ്യൻ.
ബാക്കി കുറെ ആളുകളെ വിളിച്ചു. സാബു ചേട്ടൻ, നമ്മുടെ ടൈറ്റിൽ വിന്നർ ഫസ്റ്റ് സാബു ചേട്ടൻ തൊട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ ആൾക്കാരെ വിളിച്ചു. സാബു ചേട്ടനും വൈഫൊക്കെ വിളിച്ചൊരു 1 മണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ചു. ഭയങ്കര ആശ്വാസമായിരുന്നു, നമുക്ക് ഭയങ്കര സമാധാനമായിരുന്നു. നമ്മൾ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ വിളിച്ചില്ലേ? അതെ, അല്ല ഞാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. അതെ 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 അല്ലല്ല കാര്യമായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് ഹൗസിനെ മിസ് ചെയ്തിട്ടുള്ള വിഷമമാണ് ബിൻസി പറയുന്നത്. രണ്ടും ഉണ്ടടാ, നമുക്കറിയത്തില്ല. ഒരു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം മറ്റതാ, നേരെ തിരിച്ച്. അപ്പൊ ബിൻസി അങ്ങനത്തെ കുറെ സാധനങ്ങളിൽ മിസ് ചെയ്യുന്ന കാര്യം പറയുന്നത്. പക്ഷെ അല്ലാതെ ഇതിന്റെ ട്രോമ എല്ലാം കൂടെ അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ചിലർ അതിൽ തകർന്നു പോകുന്നവരുണ്ട്. ഈ നെഗറ്റിവിറ്റി വരുമ്പോൾ ഉള്ളൊരു സംഭവം അങ്ങനെ അത് ഈ സീസണിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ഫോൺ നോക്കുമ്പോൾ പബ്ലിക്കിനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരോട് മിണ്ടാൻ. ഇപ്പൊ ശൈത്യൊക്കെ ഇറങ്ങി വന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം അതാ, നമുക്ക് ആൾക്കാരോട് മിണ്ടാൻ തോന്നുന്നില്ല, സംസാരിക്കാൻ തോന്നുന്നില്ല. അതെല്ലാവർക്കും ആ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഫോൺ നോക്കാൻ തോന്നത്തില്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതല്ലാണ്ട് ഈ ഞെട്ടി എണീക്കുന്നതും ഈ സ്വപ്നം കാണുന്നതും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതല്ലാണ്ട് ഈ ട്രോമ കൈൻഡ് ഓഫ് സാധനങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. എനിക്ക് എന്തെങ്കിലും ചോദിക്കാണോ? തിരിച്ച് മറ്റേ മസ്താനി വിഷയത്തിലോട്ട് വരികയാണ്. പക്ഷെ മസ്താനി അല്ല വിഷയം. അതിനകത്ത് നീ പുന്നാര മോളെ എന്നൊക്കെ വിളിച്ചത് അറിയാതെ ആ മൊമെന്റിൽ വീണു പോയതാണോ? അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം തെറിയൊക്കെ പറയുന്ന ഒരാളാണ്. നമ്മളങ്ങനെ ഫ്രണ്ട്സുമായിട്ടിരിക്കുമ്പോ ഒക്കെ തെറി പറയും, പച്ചക്ക് തെറി പറയും. നമ്മൾ വിളിക്കില്ല ഇവിടെ അതൊക്കെ കട്ടാക്കില്ല. ഇല്ല. ഇപ്പം എത്ര പേര് തെറി വിളിച്ചതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അനുമോളൊക്കെ വിളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. പച്ചക്ക് വിളിച്ചോ? ഞാൻ മിസ് ചെയ്തു. എന്താ ഇംഗ്ലീഷ് അതിപ്പോ അനുമോളെ വിളിച്ചു തരാം ഞാൻ. ആ മിസ്സിംഗ് മാറട്ടെ. ഹെയറൊക്കെ പല രീതിയിൽ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ചെറുതല്ലേ, അത് നമ്മള് തെറിയല്ലല്ലോ. നമ്മള് സർജിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതല്ലോ. അതൊരു ടിപ്പിക്കൽ തമിഴ് ഒരു വേർഡാണ്. അതെ അതെ അതെ. അങ്ങനെ ഈ ബിഗ് ബോസില് നമ്മുടെ വായിന്ന് പല കാര്യങ്ങൾ വന്നു. ഇപ്പൊ ഞാനൊക്കെ ഭയങ്കര സെൽഫ് കൺട്രോൾ ആയിട്ട് നിന്നെയാണ്. ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. അതല്ലാണ്ട് 1-2 പറയുമ്പോ തന്നെ വായിന്ന് ഇങ്ങനെ വീഴുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ബിഗ് ബോസ് അതുപോലെ തന്നെ ഇടും. അതൊന്നും കട്ട് ചെയ്യത്തില്ല, അതൊന്നും കട്ട് ചെയ്യത്തില്ല. അതിനുശേഷം നീ മസ്താനി അടുത്ത് പറയുന്നുണ്ട് വീട്ടില് അച്ഛനും അമ്മയും അടിച്ച് വളർത്താത്തതിന്റെ പ്രശ്നമാണെന്ന്. വീട്ടില് ബിൻസിയെ അടിച്ച് വളർത്തിയതാണോ? പിന്നെ ഇപ്പോഴും അടിക്കൂടാ, എന്നെ അടിച്ച് വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നല്ലപോലെ ചാച്ചൻ എന്നെ അടിച്ചിട്ടില്ല, അമ്മ നല്ല കൂടെ ചേർത്ത് നല്ലപോലെ അടി. ഇപ്പോഴും ഒരു നാണവും ഇല്ലാണ്ട് എനിക്ക് അടി തരാറുണ്ട്. ബിൻസിക്ക് മക്കളുണ്ടാവുകയാണെങ്കിൽ ബിൻസി അടിക്കൂ? ഞാൻ കല്യാണത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല. മക്കളുണ്ടാവുകയാണെങ്കിൽ അടി കൊടുക്കേണ്ടതാണെങ്കിൽ അടിച്ച് തന്നെ വളർത്തണം, അടിച്ച് തന്നെ വളർത്തണം. പക്ഷെ അതൊക്കെ പണ്ടത്തെ കോൺസെപ്റ്റ് ഒക്കെ അല്ലേ? പിള്ളേരൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അത് ആർക്കാണേലും കൊടുക്കണം, മക്കളാണേലും ഇല്ല. ഇനി മക്കള് കേസ് കൊടുക്കുന്നേ ഉള്ളൂ. അത് ശരിയാണ്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കൊടുക്കേണ്ടത് എന്താണെങ്കിലും, അടിയാണെങ്കിലും ഇടിയാണെങ്കിലും ഒക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഞാനിപ്പം ഈ റീ എൻട്രി കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല. ഇന്റർവ്യൂസും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പാറിപ്പറന്ന് നടക്കുക. എനിക്ക് ഏതാണ്ട് മറ്റേ ആദ്യം പോയപ്പോ പോലും എനിക്ക് ഇത്ര സമാധാന സന്തോഷം ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയത് കൊണ്ടാണ്. അതെന്റെ റീ എൻട്രി സമയത്ത് ആക്ച്വലി എപ്പോഴും ഒരു ഹാപ്പി മോഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇതാണല്ലോ എല്ലാ സീസണിലും. പക്ഷെ ഇത്തവണ കുറച്ചൊന്ന് ഇതായിട്ട് തോന്നിയോ? ഒരു കയറി വന്നപ്പോൾ അടിമോഡ് ഓൺ ആയതുപോലെ തോന്നിയോ? നമ്മൾ എയർപോർട്ടിൽ നിന്നേ പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എനിക്ക് മാത്രം ഒരു പ്ലാനും ഇല്ലാണ്ടിരുന്നുള്ളൂ. കാരണം ചാച്ചനും അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വിട്ടത്, ചുമ്മാ പ്രശ്നം ഉണ്ടാക്കണ്ട, ഹാപ്പി ആയിട്ട് തിരിച്ചു വാ. അപ്പം ഞാൻ പറഞ്ഞു അനുവിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കണം, കാരണം ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ അപ്പാനിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ എനിക്കത് തിരുത്തി പറയിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഷാനവാസിന്റെ അടുത്തും, ഷാനവാസ് അപ്പാനി അടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ട്, ഞാനത് കാണിക്കും എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു തെളിവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പാൻ എന്ന് സൈലന്റ് ആയത് അവരുടെ ഗെയിമിന് വഷളാകേണ്ട പ്രശ്നമാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസ് ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് ചോദിക്കാൻ വേറെ അവസരമില്ല. എനിക്ക് പ്രേക്ഷകരുടെ മുൻപിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ ശൈത്യാണ് ഏറ്റവും ആദ്യം റീ എൻട്രിക്ക് വന്നിട്ട് ഫൈറ്റ് തുടങ്ങുന്നത്. ആൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് ബ്രോ. കാരണം ഈ വിനുവിന്റെ PR അറ്റാക്ക് നല്ലപോലെ ശൈത്യക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ലപോലെ ആളെ കട്ടപ്പാന്ന് വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്താ പറയാ, നമ്മൾ ട്രോളൊക്കെ ഞാനൊക്കെ ഭയങ്കര ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണോന്നില്ല. നമുക്ക് എല്ലാവരുടെയും നമുക്ക് മൂടിക്കെട്ടാൻ പറ്റിയില്ലെങ്കിലും
കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് ബോധിപ്പിക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായത് എനിക്ക് തോന്നുന്നു വിനു ആയിരിക്കും. കാരണം അടുത്ത സീസണിലൊക്കെ നല്ല ഡിമാൻഡ് ആയിരിക്കും. അയ്യോ, ഐഡിയ പോലെ ആവുന്നുണ്ടല്ലേ. 16 ലക്ഷം പിന്നെ ഈ കണക്കുകളൊക്കെ മാറുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതെ നിങ്ങൾ അതെല്ലാം കണ്ടല്ലോ അല്ലേ? കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് മാറി കളിക്കുന്നുണ്ട്. അമ്മയാണേ സത്യം ഞാൻ PR കൊടുത്തിട്ടില്ലെന്നാണ് അനു അവിടെ ഇരുന്ന് ശൈത്യടുത്ത് പറയുന്നത്. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോഴും ഇല്ലാന്ന് പറയുന്നു. ലാസ്റ്റ് 1 ലക്ഷം വെളി ഇറങ്ങിയിട്ട് വിനു 11,000 രൂപ കാണിക്കുന്നത് എന്റെ അക്കൗണ്ടിൽ ഇട്ടുന്നത് അങ്ങനെ കാണിക്കുന്നു. അനു അഞ്ജന മാമിന്റെ ഇന്റർവ്യൂല് പറയുന്നത് 1 ലക്ഷം രൂപ കൊടുത്തെന്നാണ്. പിന്നെ പറയുന്നു 15 എന്നാണ് ഞാൻ പിന്നീട് പറഞ്ഞത്, അതങ്ങനെ 16 ആയി അറിയില്ല എന്ന് പറയുന്നു. സോ ശരിക്കും എത്ര ആയിരിക്കും കൊടുത്ത ഒരു ഉദ്ദേശം നോക്കണം? അയ്യോ, എന്റെ അടുത്ത് അനു പറഞ്ഞിട്ടുണ്ട് 16 ലക്ഷം കൊടുത്തെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എഗ്രിമെന്റ് ബേസിസിലാണെന്നൊക്കെ പറയുന്നത്. അതായത് ഇത്ര ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത്ര പെർസെന്റേജ് കൊടുക്കാം ഉള്ളതാണ്. അതൊക്കെ അതെ എല്ലാം ഉള്ളതാ, എല്ലാം ഉള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് പ്രേക്ഷകർ ഇത് ഈ റീൽസും സാധനങ്ങളൊക്കെ ഇപ്പൊ ഓരോരുത്തർ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോ അത് വെച്ച് ചിന്തിക്കുന്നില്ല ആൾക്കാര്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അനു ഓൾറെഡി എന്റെ അടുത്തും പിന്നീടും ശൈത്യടുത്തൊക്കെ പറഞ്ഞ കാര്യമാണ് ഇത് 16 ലക്ഷത്തിന്റെ കഥ. ഈ അവിടെ ഇരുന്നപ്പോ ലാസ്റ്റ് ഫൈനൽ ഡേയിൽ ഇരുന്നപ്പോ ആ കൈ പൊക്കുന്ന മൊമെന്റ് ഉണ്ട്. അനീഷിന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആരുടെ കൈ പൊങ്ങണമെന്നായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു അനീഷേട്ടനാവണേ എന്ന്. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയായിരുന്നു അങ്ങനെ സംഭവിക്കത്തുള്ളൂ. നിങ്ങൾ നേരത്തെ അറിഞ്ഞോ റിസൾട്ട്? ഇല്ല, ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റില്ല. 2 ദിവസമായിട്ടാണ് ഷൂട്ട് നടന്നത്. പെർഫോമൻസ് എല്ലാം തലേ ദിവസമായിരുന്നു. എന്നിട്ട് ഇവരുടെ ആ ഒരു ടോപ്പ് 5ഉം അവർ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നതും വിന്നർ അനൗൺസ് ചെയ്യുന്നതൊക്കെ പിറ്റേ ദിവസമായിരുന്നു. അപ്പൊ നമ്മൾ ആ മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ തന്നെ പോയി അങ്ങ് ഇരിക്കും. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പൊ അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഞങ്ങൾ കാരവനിൽ നിന്ന് ഞാനും ബിന്നിയും റെനയും ശൈത്യയും സരിക ചേച്ചിയും രേണു ചേച്ചി എല്ലാരും കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് അനുവായിരിക്കും. പക്ഷെ മച്ചാനെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്, ഇൻ കേസ് ഈ റീ എൻട്രി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അനീഷ് ചിലപ്പോൾ കപ്പടിച്ചേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം റീ എൻട്രി വന്നിട്ട് അനുവിനൊരു കോർണറിങ് സംഭവം അനുവിന് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും സിമ്പതി വന്നത്, ഇത്രയും വോട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒറ്റപ്പെടൽ. അതായത് ഞാൻ അവസാനം സ്റ്റോറി വരെ ഇട്ട്, അതായത് എല്ലാവരും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ പോവാ. നമ്മള് പുറമേ ഇരുന്ന് കാണുമ്പോൾ എന്താണെന്നറിയാമോ, നമുക്ക് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ TV യിൽ കാണുന്ന സാധനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്റെ മോൾ എഡിറ്റിംഗ് അല്ല, നീ ഒന്ന് ആലോചിക്കണം, ആ പുള്ളിക്കാരി ചെയ്തതിനാണ് തിരിച്ചു കിട്ടിയത്. പക്ഷെ തിരിച്ചു കിട്ടുമ്പം ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് അവരോടൊരു സിമ്പതി തോന്നും. ആ ഒരു സിമ്പതി തോന്നിയിട്ടാണ് അനുവിനെ വിന്നർ ആക്കണമെന്നല്ല ഞാൻ സ്റ്റോറി ഇട്ടത്. എല്ലാവരും കൂടെ ഇങ്ങനെ കോർണർ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അതിന് അനു ഇത്രയും റിയാക്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്നു, അതിന് അപ്രീഷിയേറ്റ് ചെയ്താണ് ഞാനൊരു സ്റ്റോറി ഇട്ടത്. അതാണ് ഇട്ടത്. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അനുവിന് വിന്നറാവാൻ ഒരു ക്വാളിറ്റി ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അതിനകത്ത് പോയിട്ട് സദാചാരം പറയൽ, ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ വന്നിട്ട് എന്തോരം കാര്യങ്ങൾ. നമ്മളൊരു വിന്നർ ആവുമ്പം ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു പുറമെ എന്തൊക്കെയാണോ നടക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഉള്ളിൽ. അതായത് ആ 16 അല്ലെങ്കിൽ ആ 25 പേരെന്ന് പറയുന്ന പുറത്ത് ഓരോ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് അനു എന്ത് മെസ്സേജാണ് കൊടുത്തത്? കുറേ സദാചാരം കൊടുത്ത്, കുറേ ആൾക്കാരെ ഏറി കയറ്റി വിട്ട്, ഒരു ബന്ധമില്ല ഒരാണും പെണ്ണും അടുത്ത് വന്നിരുന്ന കിസ് അടിക്കുമെന്ന് പറഞ്ഞു വിട്ട് കൊടുത്ത്, ഇതൊക്കെ കൊടുത്ത ഒരാളാ ഏഷ്യാനെറ്റ് എങ്ങനെ വിന്നറാ? പിന്നെ ജിൻഡോനെ വിന്നറാക്കി ഏഷ്യാനെറ്റിന് വേണമെങ്കിൽ. അല്ല, എനിക്ക് നിന്നോടൊരു മറുപടി പറയാനുണ്ട്. ഈ ഞങ്ങൾ റീ എൻട്രിക്ക് വന്നത് കൊണ്ടാണ് അനുവിന് കുറെ സ്ക്രീൻ സ്പേസ് കിട്ടിയെന്ന് ഇപ്പൊ നീ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അനു ഒറ്റയ്ക്ക് ഒരു കാര്യമില്ലാണ്ട് കറക്റ്റ് ക്യാമറ കിട്ടുന്ന ഒരു മൂലയ്ക്ക് പോയിരുന്ന കരയാറുണ്ടായിരുന്നു. അപ്പൊ അനുവിന്റെ ഒരു മെയിൻ പരിപാടി അതാണ്, കരഞ്ഞ് മെഴുകുക. എത്ര പേര് ആ വീട്ടിലുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്കിരുന്ന് കരയാന്നുള്ള അനുവിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ഞങ്ങൾ കയറിയത് കൊണ്ട് മാത്രമൊന്നുമല്ല, അല്ലെങ്കിലും അനു ഇതൊക്കെ തന്നെ കാണിക്കാൻ പോകുന്നുള്ളൂ. വിൻസിക്ക് അങ്ങനെ കയറിയപ്പോൾ പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ടൈമിൽ? അയ്യോ ഇല്ലായിരുന്നു, സത്യമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കിളി പോകും ബ്രോ. കാരണം ആരാണ് കൂടെ ഉള്ള കണ്ടസ്റ്റൻസ് ഒന്നും അറിയത്തില്ല, ഇവരെന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്തൊക്കെ നമ്മൾ സൈലന്റ് ആയി നിന്ന് പോയിട്ടുണ്ട്. കാരണം വയ്യ, ഈ വഴക്ക് കണ്ട് നമുക്ക് വയ്യാണ്ടായി, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ മിടുക്കൻ അനീഷാണ്. അനീഷ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ശരിക്കും അനീഷ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അനീഷ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും വെറുപ്പ് മേടിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് ചില സമയത്ത് ഭയങ്കര പാവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ആ അനീഷിനെ എന്തായാലും നമ്മുടെ സീസൺ എൻഡ് ആകുന്ന സമയത്ത് കാണാൻ പറ്റി. കാരണം ശരിക്കുള്ള അനീഷ് നിങ്ങൾ ലാസ്റ്റ് കണ്ട അനീഷാണ്. ഈ ഇടയ്ക്ക് വെച്ച് നെവിൻ ഇറങ്ങിപ്പോയായിരുന്നു. അതിലേനും കൂടെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചിട്ട് അങ്ങാണ്ടാണ് ഇറക്കി വിട്ടതെന്ന് തോന്നുന്നു, എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പം പോയ ഒരാളെ പിന്നെ എന്തിനാണ് തിരിച്ചു കൊണ്ടുവന്നത് ബിഗ് ബോസ്? നെവിൻ ഇല്ലാത്തൊരു ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ.
എന്താ അവസ്ഥയായിരിക്കും? എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആ വീട്ടിൽ കാണും. എടാ ഈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ് സംഗതി ഒന്ന് പറഞ്ഞു എന്നാണ്. എടാ വേറൊന്നുമല്ല, എല്ലാ ദിവസവും ഈ വഴക്ക്, ഈ കരച്ചിൽ, ഈ സാധനങ്ങളല്ലാണ്ട് വേറൊരു കാണിക്കുന്ന പൊട്ടത്തനത്തിനെയാണ് എന്റർടൈൻമെന്റ്. അതിനെ ആസ്വദിക്കുന്ന കുറെ പേരുണ്ട്. ഭയങ്കര ഫാൻസ് ആണ്. അതെ, അല്ല നിവിൻ ഈ അമ്മമാരെ ഇതേപോലത്തെ കുറെ ഭയങ്കരമായിട്ട്. പിന്നെ എനിക്ക് പക്ഷേ കുട്ടികള് കുറെ കുട്ടികള് എനിക്ക് ചിലതൊക്കെ എനിക്ക് നമുക്കത് അതാണ് പറയുന്നത്. എല്ലാവർക്കും നിന്നെ പോലെ ടേസ്റ്റ് ആയിരിക്കില്ല എന്റെ ടേസ്റ്റ് ആണ്. എടാ ഞാൻ ഫസ്റ്റ് വഴക്കുണ്ടാക്കുന്ന നെവിനായിട്ടാ. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, നിന്റെ കോമാളിത്തരം നീ നിർത്തിക്കോ എന്ന് പറഞ്ഞ ആളാ ഞാൻ. ആലോചിച്ചു ഇങ്ങനെ ഈ ലാലേട്ടൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ഒരു പരമോന്നത പദവി കിട്ടിയ ഒരാളാണ്. ആ ആളടുത്ത് വന്ന് ഇവൻ ഒരു ബന്ധമില്ല പൊട്ടത്തനം പറയണം. അതിനെയൊക്കെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എനിക്കറിയത്തില്ല. വേറെ എന്തായിരുന്നു ഈ സീസണിൽ ഉണ്ടായിരുന്നത്? നല്ല ഇടയ്ക്ക് ഷാനവാസൊക്കെയും കുറച്ച് റഫല്ല കുറച്ചൊന്ന് കലിപ്പായതുപോലെ. അല്ല ഇപ്പം അങ്ങനെ ഒരു ബഹുമതിയൊക്കെ കിട്ടിയ ഒരാളോട് നമുക്ക് കുറച്ച് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കരുത്. ഒരു ബന്ധമില്ലാതെ എന്തെങ്കിലും പൊട്ടത്തനം വിളിച്ച് പറയുന്നതിനൊക്കെ എന്റർടൈൻമെന്റ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവനൊരു സ്റ്റൈൽ അങ്ങനെയാടാ, അവൻ എല്ലാവരുടെ അടുത്തും അങ്ങനാ. നിന്റെ അടുത്ത് നാളെ വന്നാലും അവൻ അങ്ങനെ തന്നെ ആയിരിക്കും. അവനിപ്പൊ നീ ഇപ്പൊ എന്ത് പറഞ്ഞാലോ നിറഞ്ഞിട്ട് സാധനം പറഞ്ഞിട്ട് അങ്ങ് പോകും. അതൊരു രസമാണ്. അങ്ങനെ സാധനം പറഞ്ഞിട്ടു. ഈ പോകുന്നതിന് മുന്നേ ബാർഗൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതോ അങ്ങോട്ട് പറയേണ്ടി വന്നോ എനിക്ക് ഇത്ര കൂടുതൽ വേണം അല്ല ഇത്ര കുറവ്, അങ്ങനത്തെ ഒരു സംസാരം വേണ്ടി വന്നോ? അതോ അവർ പറയുന്നതിൽ പക്ക ഉറപ്പിച്ചിട്ട് അങ്ങ് കയറിയായിരുന്നു? ഞാൻ കേൾക്കാത്ത പോലെ ഇരിക്കാം. ഓക്കെ ശരി. ഞാൻ പറയാം. നമ്മള് ഫസ്റ്റ് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഇതുപോലെ റേഡിയോയിൽ റെക്കോർഡിങ്ങിന് ഇരിക്കുകയാണ്. എല്ലാ ആർജേഴ്സും കൂടെ ചേർന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ പെട്ടെന്ന് കോള് വരുമ്പോൾ എനിക്ക് ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ചാടി പുറത്തിറങ്ങിയിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ബിൻസി പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം നമുക്കെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ മറ്റേ എനിക്ക് മന്ത്ലി എനിക്ക് പ്രൊമോഷൻ വീഡിയോസ് ആണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അപ്പം അതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുള്ളിക്കാരി എടുത്ത് ഡെയിലി ആണോ ആഴ്ചയാണോ വീക്ക്ലി അല്ല ആദ്യം നമ്മുടെ അടുത്ത് പേയ്മെന്റ് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡെയിലി ആണെന്ന് തന്നെ വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഇതിനു മുൻപ് പ്രീവിയസ് കണ്ടസ്റ്റൻസിനായിട്ട് ബന്ധമില്ല, നമുക്ക് അറിയില്ല എങ്ങനെ പേയ്മെന്റ് പറയുന്നത്. സോ എനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് ഞാനൊരു ഇത് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു ഇല്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു, വീക്ക്ലി പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പറയുന്ന പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ബിൻസി അത് പറ്റില്ല, നമ്മൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതാണ് നമുക്ക് തരാൻ പറ്റുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ആവശ്യമാണല്ലോ, നമ്മുടെ സന്തോഷമാണല്ലോ, നമുക്കിപ്പോൾ ഒന്നും തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കും. അത്ര സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓക്കെ ശരി നമുക്ക് ഇത്രയും അവസരം കിട്ടിയതല്ലേ, ഞാൻ ഓക്കെ എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു എമൗണ്ട് നമ്മളത് ഓക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അകത്ത് വന്നപ്പോൾ അനുമോളൊക്കെ പരസ്പരം ഞങ്ങൾ പുതപ്പിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പറയുന്നുണ്ട്. അപ്പോൾ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടർലയിൽ ഒരു ട്രിപ്പ് പോയി. ബിഗ് ബോസിൽ സീസൺ 7 വരെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പം എല്ലാവരും കൂടെ ഞങ്ങൾ മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോയി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് വൈൽഡ് കാർഡിൽ കയറിയ ആളാണ് ഞങ്ങളുടെ അടുത്ത് പറയാണ്, മോളെ പെർ ഡേ എനിക്ക് ഒരു എമൗണ്ട് ഇത്ര എമൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ 60 ദിവസമാണ് അവിടെ നിന്നത്, സോ എനിക്ക് ഇത്രയും എമൗണ്ട് കിട്ടിയെന്ന് പറയുമ്പം ശൈത്യം ഞാനൊക്കെ കിള്ളി പോയി നിൽക്കുകയാണ്. അപ്പോഴാണ് ശൈത്യം പറയുന്നത് എടാ എനിക്കിതാ കിട്ടിയത്. അപ്പോഴും ഞാൻ പറഞ്ഞില്ല എൻ്റെ പേയ്മെൻറ്റ്. അപ്പം പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് എന്നാ കിട്ടിയെന്ന് പറഞ്ഞു. അയ്യോ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞ സീസണിൽ ഭയങ്കര പേയ്മെൻറ്റ് പെർ ഡേ ആയിരുന്നു, നല്ല കൂടുതലായിരുന്നു, ഇപ്രാവശ്യം കുറവായി പോയല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ. ഫസ്റ്റ് സീസണിലായിരുന്നു ഏറ്റവും വൈൽഡ് കാർഡ് പറയാനില്ലല്ലോ ആരാണെന്ന് പറയില്ല. ആരുടെയും പേര് ഞാൻ പറയൂല. കണ്ട ഒരു ഇതാണ് അത്, ഞാൻ കണ്ട കാഴ്ച എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീസണിൽ ഏറ്റവും പേയ്മെന്റ് വാങ്ങിച്ച ഒരാള് ശ്വേതാ മേനോനായിരുന്നു എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഡെയിലി ഇതായിരുന്നു എമൗണ്ട് ആയിരുന്നു കൊടുത്തിരുന്നത്. ഓൾമോസ്റ്റ് അല്ല അത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. 10,000 20,000 30,000 ഒരു ദിവസം 30,000 കൊടുക്കുന്നതുണ്ട്, 50,000 പോയുണ്ട് ഒരു ദിവസം. അതൊക്കെ ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നു, ഒറ്റ ദിവസം. ഈ സീസണിൽ ഒരു ദിവസം 60 മേടിക്കുന്ന ആൾക്കാരുണ്ട്, 40 മേടിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ദിവസം. ഓ അങ്ങനെ മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബിൻസി 1.5 ഇല്ലടാ ഞാൻ 50 അങ്ങ് ഇതാക്കി. വീട്ടുകാർ ചോദിക്കുന്നത് 14 ദിവസം നിന്നെങ്കിൽ 14 ലക്ഷം രൂപ കിട്ടിയില്ലെന്നാണ് എല്ലാരും ചാച്ചനോട് ചോദിക്കുന്നത്. ഇപ്പൊ കയ്യില് കാശൊക്കെ കിട്ടിയോ? എന്താണ്? കിട്ടി എല്ലാം പക്കാ പേയ്മെന്റ്. അടിപൊളി, എല്ലാം അടിപൊളിയായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? കാരണം ഇനി അങ്ങോട്ട് എന്തെങ്കിലും
പരിപാടികളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് വെച്ചിട്ട് എന്തെങ്കിലും പ്ലാൻ വല്ലതും ഉണ്ടോ? എഗ്രിമെന്റ് ആണ്, 1 വർഷത്തേക്ക് ചാനലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ആങ്കറിങ് നോക്കുന്നില്ല. അപ്പൊ ഈ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അങ്ങനെ? അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ വേറെ ചാനലിൽ നമുക്ക് കേറാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല. യൂട്യൂബ് ചാനൽ കുഴപ്പമില്ലല്ലോ. യൂട്യൂബ് ചാനൽ കുഴപ്പമില്ല. ഞാൻ നമ്മൾ എവിക്റ്റ് ആയി കഴിഞ്ഞ ഉടനെ ഓണം സമയമായിരുന്നല്ലോ, അപ്പൊ എനിക്ക് സീ കേരളത്തിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, എഗ്രിമെന്റ് ഉള്ള കാരണം. അതൊരു ഇതാണല്ലേ, ആ സമയത്താണ് നമ്മൾ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നത്. ശരിയാണ്. ഇപ്പൊ ഞാനും ഈ ഒരു ആങ്കറിംഗ് തന്നെ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവർ എല്ലാവർക്കും എഗ്രിമെന്റ് ആണ് കേട്ടോ, വേറെ ചാനലിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഈ ബിഗ് ബോസിൽ പോയത് കാരണം 200 പേര് എന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് 92 ആവുന്നു ഈ 2 മാസം കൊണ്ട്. അടിപൊളി. സിൽവർ പ്ലേ ബട്ടൺ. ബിഗ് ബോസ് 100K അടിക്കാം. ബിഗ് ബോസ് നീ കയറിയല്ലേ? 200K 1 million ആക്കണം ഇത്. അപ്പം നമുക്ക് ഒരുമിച്ച് കയറിയത്, നമുക്ക് ഒരുമിച്ച് പോയി നമുക്ക് കപ്പിളായിട്ട് പോവാം. അടുത്ത ആദിലെ നൂറ് അല്ലേ? നീ അതല്ലേ ഉദ്ദേശിക്കുന്നത്? താല്പര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ. എന്തായാലും ഇത് വേറെ ഒന്നുമല്ല, ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തൽ പോഡ്കാസ്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് എന്താണ് ബിഗ് ബോസ്, എങ്ങനെയാണ് ഇത് പോണം, ഇനി പോവാൻ നിൽക്കുന്നവർക്ക് വലിയ ഉപകാരപ്പെടുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും എല്ലാം ഉപകാരപ്പെടുമല്ലോ അല്ലേ? ഇല്ല, വേറെ ഒന്നുമല്ല. നമുക്കിപ്പം കുറെ കാര്യങ്ങളുണ്ട്. ബിൻസി നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്, നല്ല ആക്റ്റീവാണ്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ജാടയില്ലാത്ത ഒരാളാണ്. ജാട കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ. കാരണം കാർത്തിക് സൂര്യയുടെ റിസപ്ഷൻ്റെ അന്ന് ഓടി വന്ന് എൻ്റെ അടുത്ത് ആ തിരക്കിന്റെ ഇടയിലും താഴെ വന്ന് ചേട്ടാ ഇൻസ്പയർ ആയിട്ടാണ് അന്ന് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കാര്യമായിട്ടൊക്കെയാണ് സംസാരിച്ചത്. ഈ ഇപ്പൊ നമ്മളെക്കാട്ടും ഒരുപടി മുന്നിലാണ്. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്താണ് കുട്ടിയുടെ വളർച്ച കാണുമ്പോൾ അപ്പം ആ കുട്ടി എന്നിട്ടും നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് വന്നു. അതെ, അത്ര ഡിസേർവിംഗ് ആണ്. കാരണം പറയാൻ എനിക്ക് പ്രശ്നമില്ല. ഒരു സമയത്ത് എന്നെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? നിങ്ങളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരങ്ങിയൊക്കെ ഓർമ്മ ഉണ്ടോ? ആ സമയത്ത് ഇവളെന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു ഡയലോഗ് പറഞ്ഞ്, എടാ എൻ്റെ അപ്പൻ ഗൾഫിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ വേറെ റേഞ്ച് ആയേനെ. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ വാപ്പ ഗൾഫിൽ, എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയണം, ഇതെങ്ങനെ ശരിയാവും? അപ്പൊ അവിടെ നിന്നൊക്കെ എനിക്ക് കുറെ മോട്ടിവേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള. ബിൻസി അങ്ങനെ എല്ലാവരുടെ സൈഡും ഉണ്ട്. ഒരു ചെറിയ നെഗറ്റീവ് സൈഡ് കാണും എല്ലാവർക്കും. ആഷിക്കിനായാലും ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ പാവമായിരിക്കുന്ന ആഷിക്കിന്റെ സൈഡിലായാലും ഒരു ചെറിയ നെഗറ്റീവ് കാണും. എല്ലാവരുടെ സൈഡിലും ഉണ്ട്, നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷെ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് അത് കളർ മാറ്റുന്നതെന്ന് പറയുന്നത് നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. കുറച്ച് ജിംഗ്ലാസ് ബേസ്ഡ് കമന്റ്സ് ഉറപ്പ് എത്ര നമ്മുടെ ബ്ലോഗിൽ തന്നെ ജിപ്ലോസ് കമന്റ്സ് വരും. ഇത് ഫേസ്ബുക്ക് ഇട്ടാലോ ഒന്നും ഡെലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം കയറി നോക്കാം. സത്യം. ഞാൻ ഒരു മറ്റേ മെൻസ്ട്രൽ കപ്പ് കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്ത് ഇവൻ കപ്പ് വെക്കേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ട് ഭയങ്കര നല്ല കമന്റ്സ് ആയിരുന്നു, ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ച് ചെയ്തത് നല്ല കാര്യമാണ്. അന്ന് മെൻസ്ട്രൽ കപ്പിന്റെ ആഡ് ഒരു TV ചാനലിൽ ഒന്നിലും കൊടുത്തിട്ടില്ല. എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടിയപ്പോൾ ഞാൻ ചെയ്ത ഒരു പരിപാടിയാണ് അത്. 10 മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ച് പെൺപിള്ളേർക്ക് കൊടുത്ത് ഉപയോഗിക്കാൻ പേടിയുള്ള ആൾക്കാരുടെ പേടി മാറ്റി കൊടുത്തു. എൻ്റെ കൂടെ ഗ്ലാമി ഗംഗ ഉണ്ടായിരുന്ന സമയത്ത് ഒരുമിച്ച് ചെയ്ത ഒരു വീഡിയോയാ. അതിനെ ഞാൻ എടുത്ത് ഫേസ്ബുക്കിലിട്ടപ്പോൾ കിട്ടിയ സാധനമാണ്. ഏറ്റവും നല്ല റെസ്പോൺസിബിലിറ്റി ചെയ്ത പ്ലാറ്റ്ഫോം ഇൻസ്റ്റയിൽ നിന്നും കിട്ടി, യൂട്യൂബിൽ നിന്നും കിട്ടി. പക്ഷെ ഇൻസ്റ്റയിൽ ഇപ്പൊ വരുന്നുണ്ട്, ഇടയിൽ കൂടെ ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ബിൻസി? അടിപൊളിയായിരുന്നു. ഇവരൊക്കെ പറഞ്ഞത് സത്യമാണോ എന്നെ കുറിച്ച് പറഞ്ഞത്? സത്യമാണ്. ഭയങ്കര സന്തോഷം തോന്നി. വന്നപ്പോ വലിച്ചു കയറണമെന്നുണ്ടായിരുന്നു. അതെ, എനിക്ക് ഭയങ്കര വൈബായിട്ട് തോന്നി, ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റി. സോ ഹാപ്പി. ഒറ്റ വാക്കി പറഞ്ഞാൽ സന്തോഷം. ഇനിയും വിളിക്കണം, ഞാൻ വരും. അച്ചോടാ. അപ്പൊ എന്തായാലും പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആയ മച്ചാൻസ് പോഡ്കാസ്റ്റ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാടാ. നെക്സ്റ്റ് ബിഗ് ബോസിൽ കാണാം. ഓക്കെ.